പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വചന ധ്യാനികനായി വിചിത്രത്തിനായി നമ്മൾ ആദ്യമേ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ 4 പേരുകളുണ്ട്. 1 ഓളിയോ ആദിത്യത എഴുതിക്കൂടെ ഹൗൾ ചെയ്യുന്നുണ്ട്. 1 ജീവന്റെ സുവിശേഷം, 2 പ്രകാശത്തിന്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. 4 പേരുകളിൽ യോഹന്നാന്റെ സുവിശേഷം അറിയപ്പെടും. ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. ഗോസ്പൽ ഓഫ് സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ സുവിശേഷം. 4 ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. 2-ാം അധ്യായം പഠിപ്പിക്കുന്നത് സമൃദ്ധിയാണ്. യഹൂദരുടെ വിവാഹ രീതിയും നമ്മുടെ വിവാഹ രീതിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ ജൂൺ 30-ാം തീയതി ഒരു വിവാഹം ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ ക്ഷണിച്ചാൽ 29 വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 30 വഴിയിൽ വരും, ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് പല്ലും കുത്തി കുറ്റവും പറഞ്ഞ യാത്രയാണ്. നമ്മുടെ സാധാരണ രീതി എങ്ങനെയാണ്? ചില ആൾക്കാർ പള്ളിക്കൂടെ വരുന്നില്ല, പട്ടി കശാപ്പുകളെ പോലെ പാരിശോട് തിന്നാൻ വേണ്ടി പോകും. അത് പട്ടിയുടെ സ്റ്റാൻഡേർഡാണ്, ക്രൈസ്തവ സ്റ്റാൻഡേർഡല്ല. പക്ഷെ യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. ജൂൺ 30-ാം തീയതി ഒരു വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വിളിച്ച വീട്ടിൽ വിളിക്കപ്പെട്ടവർക്ക് കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമാണ് കുടിക്കാൻ വീഞ്ഞു കൊടുക്കണം. വീഞ്ഞു കുടിക്കാൻ കൊടുക്കാനില്ലേ വീട്ടുകാരുടെ നാണക്കേടാണ്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞില്ലാത്ത വീട് ദൈവാനുഗ്രഹം ഇല്ലാത്ത വീടാണ്. വീഞ്ഞ് ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമായി കാണും. ഇത് അച്ഛൻ പറയുന്നത് കേട്ടേച്ച് കുടിക്കുന്ന ഏതൊരു ആണെന്നുണ്ടെങ്കിൽ പാലോട് പറഞ്ഞടി ബ്രാൻഡി ഇല്ലാത്ത വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീടാണ്, വിസ്കി ഇല്ലാത്ത വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീടാണ്. നാട്ടിൽ ഒരു കോളേജ് കുമാരൻ 10 കുപ്പി കിങ് ഫിഷർ ബിയർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചു. അമ്മ ചോദിച്ചു, നീ കുടി തുടങ്ങിയാണോ? വല്യമ്മ, ഇന്ത്യയുടെ സ്വത്ത് കണ്ടുകൊണ്ട് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മാറ്റി. അപ്പം ഇത് യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞില്ലാത്ത വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീട്. അപ്പം ആ പശ്ചാത്തലത്തിലാണ് ഇപ്പം കർത്താവായ യേശു വിരുന്നിന് ക്ഷണിക്കപ്പെടും. ഇപ്പം വരുമ്പോൾ ഇഷ്ടംപോലെ വിരുന്നുകാർ വീഞ്ഞു കുടിക്കാൻ കൊടുക്കണം. പലര് കയറി ഇറങ്ങി ഉള്ള വീഞ്ഞു മുഴുവൻ കുടിച്ചു നിർത്തും. അങ്ങനെ വരുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ ഒരു കാര്യം ചെയ്യുക, ക്ഷണക്കത്ത് കൈപിടിക്കുക, കാവൽക്കാരനെ കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ചു വേണ്ടിയിട്ട് മഴക്കോട്ട് വരും, ഓവർകോട്ട് പതിക്കാൻ കൊടുക്കും. അതും പതിച്ചുകൊണ്ട് കയറിയാൽ കഴുത്തിലും തിന്നാം, മൂക്കറ്റം കുടിക്കാം, ഏർപ്പക്കുണ്ട് എഴുന്നേറ്റ് പോരാം. അങ്ങനെ പൊതിക്കുന്ന തുണിയുടെ പേരാണ് ബൈബിളിൽ വിവാഹ വസ്ത്രം വെടി എന്ന് പറയുന്നത്. ബൈബിളിൽ ആദ്യപണ്ഡാരമായ മനുഷ്യൻ കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് കൊണ്ടിയ വണ്ടി പോലെ കല്യാണത്തിന് ഇടിച്ചു കയറി. അവനെ ചെവിക്ക് പിടിച്ചു നോക്കി പുറത്തേക്ക് വിട്ടു. കാരണം വിവാഹ വസ്ത്രം പുതച്ചില്ല. 200 പേര് ഒരേ തരം തുണി കൊടുത്ത് ഒരു ഗോൾ ഇരിക്കുന്നതാണ് രസമാണ്. നാട്ടിൽ കാരണവന്മാർ ഭരിക്കുമ്പോൾ അമേരിക്കയിലെ മക്കളായ കഥകൾ വരുമ്പോൾ പലരും കർത്തസാരിയും ബ്ലൗസ് ധരിച്ചോണ്ട് 5-6 ഒരുമിച്ച് നിൽക്കും. അപ്പോൾ ആൾക്കാരെ ശബ്ദത്തെ നോക്കുകയല്ല, വിവാഹപ്പന്തലിൽ ഒരേ തരം വസ്ത്രവും പതിച്ച് കുറേ പേരിരിക്കും, കാണാൻ രസം. അങ്ങനെ അത് കഴിഞ്ഞു അവരിറങ്ങിപ്പോരുക, കൈത്തറ്റം കുടിക്കുക, മൂക്കറ്റം തിന്നുക, തിരിച്ചു വരിക. പോരാൻ നേരത്ത് കോട്ട് കൂലി കൊടുക്കുക, ക്ഷണക്കത്ത് തിരിച്ചു പോയിരിക്കുക, വീട്ടിൽ വരിക, കടമുറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുക, കത്തെടുക്കുക, കോട്ട കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക. 7 ദിവസം യഹൂദർക്ക് അനുവദിക്കപ്പെട്ട ആചാരരീതി. ഒരാഴ്ച കാലം എല്ലാവരും കയറി ഇറങ്ങി ഉള്ള വീഞ്ഞുകൂടെ കുടിച്ചു തീർത്തപ്പോൾ കർത്താവായ യേശു വരുന്നു. യേശു വന്നു. യേശു മാത്രമല്ല, ക്രിസ്തു മാത്രമല്ല, വിളിക്കാത്ത കുറെ പേര് കാണാൻ വേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ സ്ഥല MLA MP ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവര് മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാര് ഒരു നാണമില്ലാതെ വലിയ വരും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണ ഭവൻ, ഉടുപ്പി ഹോട്ടൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ് റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ,
പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാമേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി വരും. കൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. മര്യാദ ഉള്ളതുകൊണ്ട് അവനെ മോന്തയ്ക്ക് കയറിയില്ല, നമ്മൾ തിന്നെടുക്കുവാനും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവടകൾ കുറയണം ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ പിന്നില്ല. വീട്ടുകാരുടെ നാണക്കേട്. ആ നാണക്കേടിൽ അമ്മ പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. മറിയം പറഞ്ഞു, മോനെ വീഞ്ഞില്ല. അടുത്ത നിമിഷം കൽഭരണികൾ കഴുത്തോട് നിറയ്ക്കപ്പെട്ടു. കഴുത്തോട് നിറയ്ക്കപ്പെട്ട കൽഭരണികൾക്ക് മേൽ രക്ഷകന്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വിടലി വെളുത്ത പച്ചവെള്ളത്തിന്റെ മുഖം നവോദന്റെ മുഖം പോലെ ചുവന്നു കൊടുത്തു. അത് വീര്യമുള്ള വീഞ്ഞായി വാരിപ്പോയി വിളമ്പി. അങ്ങനെ വിളമ്പുമ്പോഴാണ് വിരുന്നുവായിയുടെ ചോദ്യം. എല്ലാവരും മുന്തിയനും ആദ്യം വിളമ്പും, പൂസാകും കാഞ്ഞതരം. പക്ഷെ നീ നല്ല വീഞ്ഞം അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും ആദ്യം നല്ലത് വിളമ്പും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാര് വിശുദ്ധ കുർബാന ഇത് കണ്ടാ തോന്നും ഈ കക്ഷിയാണ് ഇത് സ്ഥാപിച്ചയാണത്. വളരെ നാടകീയമായി ഏകരടിച്ച് നിരനിരയായി വലിയ അച്ഛന്മാരെ കാണും. പുത്തൻ അച്ഛന്മാര് വരും ആശീർവാദം കൊടുക്കുന്നത് കണ്ടാൽ കുരിശിന്റെ വീടം പരലോകം മുതൽ പാതാളം വരെയാണ്. 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മതിയോ വീര്യം പോയി ലഹരി പോയി. ആദ്യം നല്ല ലഹരി, പിന്നെ കെട്ടുപോയി. ഇത് കുടുംബത്തിലുണ്ട്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തോരു സ്നേഹമാണ്. കുറെ നാൾ കഴിയുമ്പോൾ സ്നേഹത്തിന് ഒരു മങ്ങല്, ഒരു മരവിപ്പ് സാവധാനം കടന്നു വരുന്നു. കത്തോലിക്കാ സഭയിൽ 50 നോമ്പിലുള്ള ഒരു ആചാരമാണ് കുരിശിന്റെ വഴി. കഴിഞ്ഞ 50 നോമ്പിൽ ഒരു വഴി ഞാൻ ധ്യാനിപ്പിക്കുക. ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ വൈകിട്ട് 5 മണിക്ക് ചായ പിടിക്കാൻ വിളിച്ചു. 6 മണിക്ക് വഴിയിൽ കുരിശിന്റെ വഴി തുടർന്ന് അച്ഛനെ ധ്യാന പ്രസംഗം. ഞാൻ വഴിയിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ, 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വീർത്തോ പോകോ എന്നുള്ളത്. പുറകിൽ 65-കാരൻ കെട്ടിയവൻ വീർപ്പിച്ച പോകാൻ മുമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയില്ലേ, കുരിശിന്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴി തന്നെയാണ്. ആദ്യം നന്നായിട്ട് ആരംഭിച്ച് കുറെ കഴിയുമ്പോൾ തകരുന്ന തളരുന്ന തന്നെ മരവിപ്പ് കടന്നു വരുന്ന ജീവിതത്തിൽ ആദ്യകാല വീര്യവും ആദ്യകാല ചൈതന്യവും ചോർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ. കുറെ നാൾ മുമ്പ് കോട്ടയത്തിലെ വേറായ 1-ാം നിലയിൽ ഞാൻ ഇരിക്കുന്നു. ഒരു ഭർത്താവും ഭാര്യയുടെ കൗൺസിലിങ്ങിന് വരിക. ബുള്ളറ്റ് അരിച്ചു വരുന്ന ശബ്ദം ഞാൻ നോക്കുമ്പോൾ അവൻ ബുള്ളറ്റ് ഓടിക്കുന്നു. ഭാര്യ അവന്റെ പുറകിൽ ആർക്കും ഒരു മട്ടൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. കെട്ടിപ്പിടുത്തത് പറഞ്ഞാൽ മിനിമം പിടുത്തമല്ല, ഏതോ പാറ്റ തേങ്ങാമൊഴിയെ പറ്റിയിട്ടുണ്ട്. എന്റെ മുറിയുടെ വാദത്ത് വന്ന് ഒരു ഗോളി മുതലടിച്ചു. ഞാൻ പുറത്തേക്ക് എത്തി വന്നു. അപ്പൊ സ്ത്രീ ചോദിച്ചു, എന്നാ ദിവസം വെച്ചാൽ വിശേഷം? ഞാൻ പറഞ്ഞു, കത്തോലിക്കാശന്മാരുടെ എന്നാ വിശേഷം? സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. നിങ്ങൾ ഗർഭിണിമാർക്കല്ലേ വിശേഷം? എന്നാണ് വിശേഷം? അവിടെ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തമ്മിൽ നല്ല സ്നേഹമാണ് അച്ഛന് പിടിക്കുക. അതെന്നാ വെച്ചാൽ അത്രയും സ്നേഹമില്ലെങ്കിൽ ഇതുപോലെ മുട്ടി ഒരുമി അടുത്തിരിക്കാൻ പറ്റുമോ? അവളോട് വെച്ചാൽ സ്നേഹമുള്ളതുമല്ല. ഇത് ഞാൻ എനിക്കെന്നെ അറിയത്തുള്ളൂ. വണ്ടി കേട്ടേക്കറി പോകുമ്പോൾ ഞാനെങ്ങാനും അകന്നിരുന്നാൽ ഇയാൾ എന്നെ കുളിച്ച് ഇയാളെ കൊണ്ട് വിടുള്ളൂ. നമ്മുടെ കാണുന്ന പള്ളി കഴിഞ്ഞ് ഭാര്യാഭർത്താക്കളെ മോഹം കണ്ടാതൊന്നും ഇതാണ് ഗബ്രിയേൽ മാലാഖയും വീട്ടിൽ ചെല്ലുന്നത് അറിയാം. ഇതാണ് ലൂസിഫറും നമ്മുടെ നാട്ടിൽ തന്നെ ജീവിതം പറയുക. അവിടെ ഒരു വീര്യം വേണോ? കർത്താവായ യേശു വരണം. യേശുവും അവന്റെ അമ്മയോടടുത്ത് വീര്യമുണ്ട്. യേശു അമ്മയോടടുത്ത് വീര്യമുണ്ട്. താനായി മറിയവും മകനും ഒരുമിച്ചിരുന്നു. വീഞ്ഞിന് വീര്യമുണ്ടായി. എന്നാണ് വെള്ളം വീഞ്ഞാക്കുന്ന പശ്ചാത്തലം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേക പേരാണ് സമൃദ്ധി. ഈ 2-ാം അധ്യായം പഠിപ്പിക്കുന്നത് സമൃദ്ധിയാണ്. യോഹന്നാൻ ആദ്യ മധ്യ അന്ത്യത്തിൽ പഠിപ്പിക്കുന്ന മെസ്സേജാണ് സമൃദ്ധി. 2-ാം അധ്യായത്തിൽ വീഞ്ഞിന്റെ സമൃദ്ധി. 2-ഓ 3-ഓ പറ കൊള്ളുന്ന 6 ഭരണികൾ. 2-ഓ 3-ഓ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൃത്യം 75 ലിറ്റർ. 75 ലിറ്റർ കൊള്ളുന്ന 6 ഭരണികൾ. ഒരു ഭരണി വെള്ളം കൊണ്ട് വീഞ്ഞായാൽ സുമാര കല്യാണം ചേർക്കും. എന്നാൽ 5-ാം കല്യാണം ഒറ്റയടിക്ക് നടക്കട്ടെ. ആ പരുവത്തിൽ വീഞ്ഞിന്റെ സമൃദ്ധി 2. 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിന്റെ സമൃദ്ധി.
21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിന്റെ സമൃദ്ധി. ആദ്യ മധ്യാന്ത്യത്തിൽ യോഹന്നാൻ പഠിപ്പിക്കും കർത്താവ് സമൃദ്ധി. ദൈവത്തിന്റെ സ്വഭാവ സമൃദ്ധി. ആകാർ പണ്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഒരു കിണറ് കാണിച്ച ദൈവ സ്വഭാവമാണ്. പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുക. ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. അവരുടെ പ്രേമാനുഭവം അവൾ കൂട്ടുകാരോട് പറയുക. ഞാൻ അവളോട് പൂ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് ഒരു പൂന്തോട്ടം തന്നു. ഒരു പേജ് ചോദിച്ചപ്പോൾ അവൾ എനിക്ക് പുസ്തകം തന്നു. അവസാനം ഒരു ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മ മാത്രമല്ല ബാപ്പാനും ആങ്ങളമാരും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ മധ്യാന്ത്യത്തിൽ ഒരു സമൃദ്ധിയാണ് പഠിപ്പിക്കുക. യഹൂദർക്ക് ഒരു രീതിയുണ്ട്. ഒരു യഹൂദ സ്ത്രീ പ്രസവിക്കുന്നത് പെൺകൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്നതാണ് അപ്പനും അമ്മയും കൂടി അവിടെ ഓർമ്മയ്ക്കായി ഒരു ഭരണി വീഞ്ഞ് ഇന്നും ഇസ്രയേലിൽ എടുത്തു വെക്കുന്നു. കാശുള്ള കുടുംബത്തിൽ മൂത്ത ഭരണി, കാശ് കുറഞ്ഞ കുടുംബത്തിൽ ഇടത്തരം ഭരണി, പാവപ്പെട്ട ഭരണത്തിൽ കുഞ്ഞു ഭരണി. പെൺകൊച്ചുണ്ടായ ഒരു ഭരണി വീഞ്ഞ് ഒന്നുകിൽ തിട്ടുമ്പുറത്ത് പത്താഴ്ച കട്ടിക്കയിലെ എടുത്തു വെക്കണം. ഓരോ ജന്മദിനത്തിലും അമ്മയും അപ്പനും സ്വന്തം മോക്ക് വേണ്ടി ഒരു ഭരണി വീഞ്ഞ് എടുത്തു വെക്കും. യഹൂദരുടെ കല്യാണം നടന്നത് 13-ാം വയസ്സിലാണ്. 13 വയസ്സാകുമ്പോൾ പെണ്ണിനു വേണ്ടി പേരൻസ് 13 ഭരണി വീഞ്ഞ് കരുതിയിരിക്കുക. ഏറ്റവും വീര്യമുള്ളത് ഏറ്റവും പഴക്കമുള്ളതാണ്. അതാണ് മുന്തിയ. 1-ാം ജന്മദിനത്തിലെ വീഞ്ഞാണ് ചെറുക്കന്റെ വീട്ടുകാർക്ക് പെൺവീട്ടുകാർക്ക് വേണ്ടത്. അതാണ് തീർന്നു പോയത്. അങ്ങനെ തീർന്നപ്പോഴാണ് മാതാവ് പ്രാർത്ഥിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമായി തമ്പുരാൻ കൊണ്ട പച്ചവെള്ളം അതിന് വീര്യം. ഇതാണ് ഇതിന് പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുന്നത്. സമൃദ്ധി പഠിപ്പിക്കുക. തീർച്ചയായിട്ടും കാനായിലെ വീട്ടിൽ ഒരു വഴക്കുണ്ടായി. ആ വഴക്ക് യോഹന്നാൻ എത്തിയില്ല. വഴക്കെട്ടിയാൽ ബൈബിളിന്റെ സ്റ്റാൻഡേർഡ് പോകും. അത് ഒളിപ്പിച്ച് വെച്ചു. യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 21-ാം അധ്യായത്തിൽ ഒരുപാട് കൂടെ എഴുതാനുണ്ട്. ഇല്ല, ലോകം തന്നെ തരികയില്ല. അതിനകത്ത് വഴക്കൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് എഴുതിയിട്ടില്ല. കാനായിലെ വഴക്കല്ല, എല്ലാ കരുതിലുമുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞ് തീരാൻ കാരണക്കാരായ ഏറ്റവും കണക്ക് കൂടുന്നത് കല്യാണ വീട്ടിലാണ്. കണക്ക് കൂടുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞ് തീരാൻ കാരണക്കാരായ ഭാര്യ പറഞ്ഞു തന്റെ ഒറ്റ കുഴപ്പമാണ്. താൻ വിശക്കന അരകന, അരകന വിശകനാണ്. ഈ മണ്ടേ വിളിയിൽ 10 വെച്ച 7, 5 വെച്ച 3.25 ഇതുവരെ മൊത്തം തന്നു. എന്റെ പിശുക്ക. നമ്മുടെ ഒരേ ഒരു മകളുടെ കല്യാണ ദിവസം ഈ അരക്കന്റെ പണി കാണിച്ചത് ഭാര്യ പറഞ്ഞു കെട്ടിയവന്റെ കുഴപ്പമാണ്. മോള് പറഞ്ഞു എന്നാ തന്തയാ, അരക്കന ദുഃഖന, ദുഃഖന അരകനാണ്. അമ്മയും നാട്ടുകാരെ വിശ്വസിച്ചില്ല. പക്ഷെ എന്റെ കല്യാണ ദിവസം ഈ അരക്കന്റെ പണി കാണിച്ചത് ആഘോഷമായി. അപ്പം പറഞ്ഞു മോളെ നിന്റെ കുഴപ്പമാണ്. കണ്ട കൂത്തവലന്മാർ കൂട്ടുകാരെ വിളിച്ചപ്പോൾ മുൻകൂർ നമ്പർ തരണം. നമ്പർ തരാത്തതുകൊണ്ട് കണക്ക് തെറ്റിപ്പോയതാണ്. വെളുമ്പത്തോട് പറഞ്ഞു എന്നെ ഒരു ചന്തയാ, 500 വയറന്മാരെ വിളിച്ചിട്ട് 50 ഗ്ലാസ് വീഞ്ഞ് വിളമ്പിക്കോ ഒപ്പിച്ചോ വിളമ്പിക്കോ, എവിടെ പോയി ഒപ്പിക്കാനാ? വേറെ ആൾക്കാർ പറഞ്ഞു വിളമ്പുന്നമാടെ കുഴപ്പമാണ്. അവന്മാരെ ഒരു ഗ്ലാസ് വിളമ്പും അടുത്തത് മോന്തും, പിന്നെ വിളമ്പും അടുത്തത് മോന്തും. അതുകൊണ്ടാണ് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തോ പറഞ്ഞെന്താ ആദ്യത്തേതിനേക്കാൾ മുന്തിയ ഇതാണല്ലോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ടിരിക്കുകയാണ്. ഇത് മുന്തിയതാണല്ലോ. കാനായിലെ വീട്ടിൽ ഒരമ്മയുണ്ടായി. അവിടുത്തെ കുറെ പെണ്ണുങ്ങളുണ്ട്. അവരും ഒരു കമന്റ് പറയാതിരിക്കുമോ? നിങ്ങളുടെ പൂർവീകരല്ലേ എന്താ പറഞ്ഞ കമന്റ്? ഓ, ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചില്ലേലും വേണ്ടിയില്ല. ഇവിടുത്തെ പെൺപ്രദത്തിന്റെ കേമ ഒന്ന് തീർത്തിരിക്കുകയായിരുന്നു. പക്ഷെ കാനായി ഒരമ്മയും സംഘടനകളുടെ സപ്തസാഗരങ്ങൾ നീന്തിക്കറിയ അമ്മയ്ക്കറിയാം. പ്രശ്നക്കാരെ കണ്ടുപിടിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമില്ല. പരിഹാരം തരുന്നവരെ കണ്ടുപിടിക്കണം. അമ്മ പറഞ്ഞു മോനെ വീഞ്ഞില്ല. ആ നിമിഷം പരിഹാരമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഭാര്യയുടെ കുറ്റവാക്ക് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. ഭർത്താവിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. കെട്ടിയ മോന്റെ മനമാറ്റവ, കെട്ടിവന്ന വീട്ടിലെ പെരുമാറ്റമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല. പ്രശ്നം തീരണോ മധുബകയിൽ വരണം. പ്രശ്നം തീരണോ അൾത്താരിയിൽ വരണം. പ്രശ്നം തീരണോ കുർബാനയിലേക്ക് വരണം. പ്രശ്നം തീരണോ ബൈബിളിലേക്ക് വരണം. പ്രശ്നം തീരണോ കുടുംബ പ്രാർത്ഥനയിലേക്ക് വരണം. കർത്താവിലേക്ക് ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇല്ലെങ്കിലോ തൊട്ടതും പിടിച്ചതുമെല്ലാം നമ്മുടെ പ്രശ്നങ്ങളായിട്ട് എന്നും മാറിക്കൊണ്ടിരിക്കും. കാനാ പഠിപ്പിക്കുന്നു
സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു കുടുംബം. ഇന്ന് അല്പസമയം നമ്മൾ കുടുംബ ജീവിത ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഒരു ആത്മശോധന. എൻ്റെ വീട് വീര്യമുള്ള ലഹരിയുള്ള വീടാണോ അതോ വീര്യം കെട്ടുപോയ ശൂന്യമായ കൽഭരണിയാണോ? കുടുംബത്തിന് വീര്യമുണ്ടാവണോ? 10 പ്രമാണങ്ങളിൽ കുടുംബം പണിയപ്പെടണം. കുടുംബ ജീവിതം ദൈവപ്രമാണങ്ങളിൽ ദൈവകൽപ്പനകളിൽ പണിയപ്പെടണം. എന്താണ് 10 പ്രമാണങ്ങൾ? 1. ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഇതാണ് 1-ാം പ്രമാണം. ഒരിക്കലും ദൈവത്തെക്കാൾ കൂടിയ സ്ഥാനം സ്വത്തിനോ ജോലിക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് നടക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഓർത്തോളം ദൈവത്തിന് പകരക്കാരായി മാറരുത്. ചില ആണുങ്ങളുണ്ട് ഭാര്യയെ നോക്കി നിന്റെ ഭർത്താവായ മത്തായി ഞാനാകുന്നു, എന്റേതല്ലാത്ത അഭിപ്രായം ഈ വീട്ടിൽ ഉണ്ടാകരുത്. ചില പെണ്ണുങ്ങൾ ഈ വീട്ടിലെ കുടുംബത്തുമ്പരാട്ടിയായ ശോശാമ ഞാനാണ്, എന്റേതായ അഭിപ്രായം ഈ വീട്ടിലുണ്ടാകരുത്. ഒത്തിരി കാര്യം കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കണം. കുടുംബത്തിന് വേണ്ടി കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കണം. കടുപ്പെടുത്ത വരുന്നു, മസിൽപ്പെടുത്ത വരുന്നു, അയയാൻ പൊടിയും ലഘുവും ഈ ആറ്റിറ്റ്യൂഡ്. ഇപ്പം പലപ്പോഴും പ്രമാണം ലംഘിക്കുന്ന അവസ്ഥ. കുടുംബനാഥം ദൈവമായിട്ട് മാറുന്നു, കുടുംബനാഥം ദൈവമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ചില ആണുങ്ങളുണ്ട്, ഞാൻ എന്നാ ചിന്തിച്ചോ മനസ്സിലോർത്തോ അത് ഭാര്യ മനസ്സിലാക്കിക്കോണം. ചില പെണ്ണുങ്ങൾ ഞാൻ എന്നാ ഓർത്തോ കെട്ടിയോ മനസ്സിലാക്കിക്കോണം. തെളിച്ച് വർത്താനം പോലും പറയാത്ത ചില ആണുങ്ങളെ കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുറന്ന് താപോലി പിടിക്കുമ്പോഴാണ് ഭാര്യയോട് എടി ആദ്യം എടുത്തോണ്ട് എന്നാ മനുഷ്യ ആ മറ്റേ എടുത്തോണ്ട് ഭാര്യ പറഞ്ഞു ഒരു മനുഷ്യ എടി പൊട്ടി അധികം എടുക്കടി. ഭാര്യ മടുത്തിട്ട് പറഞ്ഞു എന്റെ മനുഷ്യ ഞാനിത് കണ്ടില്ല. അവക്കും അല്ലെങ്കിൽ അവതരത്തിൽ എന്നതായി അത് ഇത് മറ്റേ ഇങ്ങനെയുള്ള ആണുങ്ങളെ കാണാം. ഉള്ളിൽ വെച്ചോട് സംസാരിക്കുക, തെളിച്ച് പറയുക. വേറെ ചില ആണുങ്ങളാണല്ലോ, വേറെ ചില ആണുങ്ങൾ ഭാര്യയോടൊന്നും പറയാതെ ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചോട് തോന്നും വീട്ടിൽ കഴിയും. കാരണം ഞാനാണ് ഈ കുടുംബത്തിന്റെ ദൈവം, എന്റെ സൗകര്യം പോലെ എല്ലാം ചെയ്യും. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉച്ചയ്ക്ക് 12 ബസ് കാത്തിരിക്കുക. ഭരണിങ്ങാന്റെ ആശുപത്രിയിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കടുകൂടിയം മുതൽ കയ്യെ പിടിച്ചു. ഉച്ചയ്ക്ക് എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നു. കുടിച്ച് ചെന്ന ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. അച്ഛൻ അവിടെ ഇഷ്ടമാണ്, അവർക്ക് ശാലവും കണ്ടുകൊണ്ട് അച്ഛനോട് താല്പര്യമാണ്. ഞാൻ കൂടെ വരാം. ഞാൻ കൂടെ ചെന്നു. ഭാര്യയ്ക്ക് ചോദിച്ചു കയറി അരിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് അച്ഛനെയും പരിച്ച് കയറ്റിക്കൊണ്ട് കെട്ടിയോട് കഴിയാണ്. എങ്ങനെയൊക്കെ ചോറ് വളർത്തി, ചക്കക്കുരുമാരുടെ ചാറ് വളർത്തി, മുട്ട പൊരിച്ച് മീൻ കറുത്തും ഒക്കെ തോന്നും അച്ചാറുൾപ്പെടെ. 1:30 ഊണും കഴിഞ്ഞു ഞാൻ ഇറങ്ങുക. ഇയാളെ കൂസ് പോയിട്ടില്ല. ഇയാളുടെ കയ്യെ പിടിച്ച് ഉമ്മയിൽ നിന്ന് പറയാ ഓ എന്നാലും അവസാനം സക്കായി കർത്താവിന്റെ വീട്ടിൽ വന്നല്ലോ. ഒന്നും പറയാതെ അവന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ. ഒരു കുടുംബനാഥൻ ഉച്ചയ്ക്ക് തോന്നുമ്പോ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ചോറെക്കടി, ചാറെക്കടി, മീനെക്കടി. ഭാര്യ ഒരു വലിയ മനുഷ്യ കണ്ട അവരെ വരെ ഉച്ചയ്ക്ക് വന്നാലുണ്ടല്ലോ ഒണ്ടേ തരി ഇല്ലാത്ത സാധനം പറഞ്ഞാൽ കാര്യം ചവിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മാസക്കാരൻ ആരെ കൊടുന്ന് 2 മാസം ഉച്ചയ്ക്ക് 1:15 വികാരിച്ചിനെയും പിടിച്ചോണ്ട് മുന്നോട്ട് വരുന്നത്. ഭാര്യയ്ക്ക് ചോറ് കഴിച്ച് ചോറ് കൊടുക്കട്ടെ, ചോറെടുക്കടി എടുത്ത്, മോരെടുക്കടി എടുത്ത്, മുട്ടയിലേടി ചവിട്ടി കൊടുത്തു, അച്ചാറിലേടി എടുത്തു, മീൻതോറുള്ളോടി ഒരു കൊടുത്തു, ഉള്ളയേറ്റും കൊടുത്തു, ഇല്ലാത്ത ചവിട്ടും കൊടുത്തു. 3 വരാൻ കഴിഞ്ഞ് കൈ കഴുകി അച്ഛൻ പോവുക. പോകുന്നതിന്റെ അച്ഛൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയാതെ വീടാണെങ്കിൽ ചോറും കറി ഉണർന്നിരുന്നി ഇല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ ഇതുപോലെ വികാരിക്ക് ചവിട്ടിയൊക്കെ ഒരവസ്ഥ മനസ്സിലാക്കുക. നിന്റെ കർത്താവായ ദൈവം ഞാനാണ്, ഞാനില്ലാതെ മറ്റൊരു ഉണ്ടാകരുത്. ഏകാധിപത്യ മനോഭാവങ്ങൾ കുടുംബത്തിൽ കാണുകരുത്. ഒത്തിരി കാര്യം കണ്ടില്ല കേട്ടില്ല വിട്ടുകളയാൻ അയഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ കാര്യമാണ് ഭാര്യയെ ഒരു കാര്യം ചെയ്താൽ ഭർത്താവ് പ്രോത്സാഹിപ്പിക്കണം. ചില ആളുകളുടെ ഓർമ്മ അവന്റെ മോഡൽ അപ്പനാണ്. പണ്ട് അമ്മയെ ഭരിച്ച അപ്പനെ കണ്ടിട്ടുണ്ട്. അത് ഇന്നും മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവകാശപ്പെട്ടതാ അവളുടെ ഡ്യൂട്ടിയാണിത്. ചില പെണ്ണുങ്ങളുടെ മോഡൽ അമ്മയാണ്. അപ്പനോട് തർക്കത്തിനും പറഞ്ഞ് അപ്പനെ ഭരിച്ച്
വഴിക്ക് വരെ നിന്ന് അമ്മയാണ് കണ്ടുപിടിച്ചത്. ഇന്നും ആ രീതിയാണ്. അങ്ങനെ വരുമ്പോഴും കുടുംബത്തിൽ തകർച്ചയാണ്. ഒരു ഭർത്താവും ഭാര്യയോട് കുറേ നാൾ മുമ്പ് ഭരണീയ CC ധ്യാനിക്കാൻ വേണ്ടി. ഇപ്പം ഇവൻ നല്ല മനുഷ്യനാണ്, പക്ഷെ ഒരിക്കലും നല്ലതാവുകയാണ്. എന്റെ അവകാശമായിട്ട് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നല്ലത് പറയാൻ എനിക്ക് മാത്രമല്ലല്ലോ, അപ്പം പിള്ളേർക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാനെന്നാ പറയാനാ. ഭാര്യ പെരയ്ക്കോ അടിച്ചു വാരി വൃത്തിയാക്കുന്നു, നല്ലത് പറയണം. പൊടി പിടിച്ചാൽ അവർക്ക് നാണക്കേടച്ച, അതുകൊണ്ടാണ് തുണിയെടുക്കുക ഇല്ലെങ്കിൽ അവർക്ക് നാളെ വെച്ചാൽ എന്തിനും ന്യായീകരണം. അവസാനം ഞാൻ പറഞ്ഞു, ധ്യാനിപ്പിച്ച് എന്നെ ഓർത്തെങ്കിൽ ഇനിമേൽ ഭാര്യ ഒരു നല്ല ഭക്ഷണം തരുമോ ഒരു നല്ല വാക്ക് പറയാൻ സംബന്ധിച്ചു. വെള്ളിയാഴ്ച ഞാനും കഴിഞ്ഞു പോയി. തിങ്കളാഴ്ച വൈകി വീട്ടിൽ ചൂട് കഞ്ഞി, തേങ്ങാച്ചോട് ചമ്മന്തി, കടുകുമാങ്ങ ഇതായിരിക്കും. രാത്രിയിൽ 8 മണിക്ക് കനിയും കടുമാങ്ങായും ചമ്മന്തിയും കാത്തിരിക്കുമ്പോൾ ഭാര്യ കുഴച്ച് വെച്ച് ചക്കപ്പുഴുക്കും വറുത്തരച്ച് കോഴിക്കറി അടിച്ചു വരും. ഈ കടുമാങ്ങ പ്രതീക്ഷപ്പെടാം കോഴിക്കറിയും ചക്കപ്പുഴുക്കും മൊത്തം കഴിച്ചു. കഴി ഒന്നുകൂടെ വലിച്ചു നോക്കി തേപ്പൊക്കെ കിട്ടും. ഇപ്പോൾ അച്ഛന്മാരുടെ കട്ടി കൊടുക്കും. നല്ല വാക്ക് പറയട്ടെ, എൻ്റെ ലിസി 30 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇത്രയും നല്ല ചക്കപ്പുഴുക്കും കോഴിക്കറി ആദ്യം കഴിക്കണം. അവിടെ മുഖമൊന്ന് വാടി അവിടെ കരയാൻ. ഞാൻ ഈ നല്ലത് പറഞ്ഞ കാര്യം കുഞ്ഞു മനുഷ്യ 30 വർഷക്കാരൻ ഞാൻ വിളിച്ചുകൊണ്ട് നിന്നിരുന്നു. എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അതിനൊക്കെ ഏരിയാമായി ചക്കപ്പുഴുക്കും കണ്ടും വേണം ഒരു അയവ് ഒരു വിട്ടുവീഴ്ച, ഒരു പ്രോത്സാഹനത്തിന്റെ വാക്ക്, നല്ലത് പറയാൻ പഠിക്കുക. ഇതാണ് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. വെറുതെ ദൈവനാമം പറഞ്ഞു ആണയരുത്. ദൈവത്തെ പറഞ്ഞ് സത്യമിടരുത്. ഒരു നേർച്ച നേർന്നോ നിശ്ചിത സമയത്തിനുള്ളിൽ നേർച്ചകൾ നിറവേറ്റണം. ദൈവത്തോട് വാക്കുവ്യത്യാസം കാണിക്കരുത്. ചില ആൾക്കാർ അച്ഛൻ വെപ്രാളം വന്നപ്പോൾ 5-6 കൂടെ നേർന്നു, പലതും മറന്നുപോയി. എല്ലാം കൂടി ചുരുട്ടി ഒന്നാക്കി അച്ഛന് മാറ്റി തരാമോ? നേർച്ചകൾ വെച്ചോണ്ടിരിക്കും. തല മുട്ടയടിക്കാന്ന് പറഞ്ഞാൽ മുട്ടയടിക്കണം. ഒരു സ്വർണ്ണനൂല് കൊടുക്കാന്ന് പറഞ്ഞാൽ നൂല് കൊടുക്കണം. ദൈവത്തിന് വാഗ്ദാനം കൊടുത്തോ വാക്കുവ്യത്യാസം കാണിക്കരുത്. അതാണ് ദൈവത്തിന്റെ നാമം പ്രഭാവിക്കുക. അതിന് മറ്റൊരു വശവാ ചീത്ത വാക്കുകൾ പറയരുത്. ചീത്ത വാക്കുകൾ കുടുംബത്തിൽ പറയരുത്. പലപ്പോഴും നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയാണ് തെറി പറയുക. അടിച്ചുകൊണ്ടാൽ എങ്ങനെ ഉണ്ടായി സൈക്കോളജി എന്നറിയുന്നില്ല. കാല് കല്ല മുഖ്യാലും തെറി പറയുമ്പോൾ അതൊന്നും പോയി ഒരു വലിയ ആശ്വാസമാണ്. എങ്ങനെ കടന്നു കൂടിയതാ. ഇംഗ്ലീഷിലെ തെറിക്ക് നീളത്തിൽ ചുരുങ്ങിയതാണ്. പക്ഷെ മലയാളത്തിലാണ് ഗുണപട്ടിക പോലെ പറയാവുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറി കാസർഗോഡുകാരൻ ഒരു ക്രിസ്ത്യാനി കുടുംബനാഥന്റെ തെറിയാണ്. ഒരു മിനിറ്റ് 3.5 സെക്കൻഡുള്ള ഒറ്റ തെറി. അതിനുള്ളടക്കം ആര് തെറി കേട്ടോ? തെറി കേട്ടവന്റെ 7 തലമുറകളിലെ അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തനി തലമുടി കണ്ടുപോയാൽ ചീത്തവാക്കുകൾ പറയുന്ന കുടുംബം. ദൈവത്തിന്റെ നാമം പ്രയോഗിക്കുക. ഭാര്യയെ ചെയ്ത് വിളിക്കുക, ഭർത്താവിനെ ചെയ്ത് വിളിക്കുക, മക്കളെ ചെയ്ത് വിളിക്കുക. അതേസമയം ഭാര്യയെ നോക്കി ചേട്ടായി, കെട്ടിയവനെ നോക്കി ആരവാട, മക്കളെ നോക്കി ശവം കെട്ട് വർത്താനം പറയുക. മൂത്ത ശവം 8ാം ക്ലാസ്, രണ്ടാമത്തെ ശവം 7ാം ക്ലാസ്, മൂന്നാമത്തെ ശവം 5ാം ക്ലാസ്. ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക, കാലിനെ കഴിയണം ചായ കുടിക്കാൻ പോയി. വിശാലം തടി ഒട്ടിക്കൊണ്ടിരിക്കുന്നു, തുണി അടിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നു. അപ്പം കർത്താവിന്റെ നാമം പ്രതാപിക്കുന്നു. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കുടുംബത്തിൽ അനുഗ്രഹം വേണം. ഞായറാഴ്ച ആചരണം ശ്രദ്ധിക്കണം. ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാണ്, പരിശുദ്ധാത്മാവിന്റെ ദിവസമാണ്, ദൈവത്തിന്റെ സാഹസം അത് സഭയുടെ ദിവസമാണ്. എത്ര തിരക്കും വേണമെങ്കിലും ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുന്നത്, ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വീഴ്ച വരുന്നത്. ഇന്ന് ഒരു ഫ്രീഡ കിട്ടുന്നത് പിക്നിക്കും ടൂറും ഉല്ലാസമൊക്കെ ക്രമീകരിക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. കർത്താവിന്റെ ദിവസത്തിന്റെ ആ പരിശുദ്ധി നഷ്ടപ്പെടുന്നതും കുടുംബത്തിലുണ്ടാകരുത്. നമ്മൾ വിശദമായി ആചരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഭാഗ്യപ്പെട്ട ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറണം. കർത്താവിന്റെ ദിവസം
പരിശുദ്ധമായി ആചരിക്കുക. ദിവസം മാത്രമല്ല, കർത്താവിന്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. അത് മറ്റൊരു വ്യാഖ്യാനം. ഒരുമിച്ച് വെറുതെയുള്ളപ്പോൾ വൈകിട്ട് 20 മിനിറ്റെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഭർത്താവും ഭാര്യ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഒരാൾ ഇനിയും ബാക്കി ഉള്ളവർ പ്രാർത്ഥിക്കണം. ഭർത്താവ് ഒരുമിച്ച് കട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. അത് കർത്താവിന്റെ മണിക്കൂർ പരിശുദ്ധമായി ആചരിക്കുന്നു. അങ്കമാലി പള്ളിയുടെ ആശീർവാദം ഞാൻ ആചരിക്കുന്നത്. ഇപ്പം പള്ളിയിലേക്കുള്ള റോഡിന്റെ അല്പം ടാറിന് കൂടി അന്ന് പൂർത്തിയാക്കാൻ അങ്കമാലി MLA PJ ജോലിയാണ്. രാത്രി 8 മണിക്ക് വികാരിച്ചൻ ഈ MLA വിളിച്ചു പറഞ്ഞു, ടാറിന് അല്പം പൂർത്തിയാക്കാനുണ്ട്, ഒരു പ്രത്യേകിച്ച് പറയണം. പിന്നെ MLA വെച്ചാൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. 8 കഴിഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പം അച്ഛനെ വിളിച്ചോളാം. ഒരു ജനപ്രതിനിധിയാണ് MLA. പ്രാർത്ഥന കൊടുക്കുന്ന ഊന്നലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് പോകും. ചില ഒരു വീട്ടിൽ ചെന്ന് ഒരു കൊച്ചു കുട്ടി പറഞ്ഞു, ജോസഫ് ചെയ്യുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ചടപ്പിച്ചു മമ്മി TV-യിൽ തെറ്റിച്ച് പോയത്. അച്ഛൻ തെറ്റി പോയി. ഒരു കുടുംബനാഥം പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഭാര്യ പ്രാർത്ഥിക്കാൻ വേണ്ടി വടക്കൻ വീരകാലയെ പോലെ തട്ടിട്ട് അവർ കയറ്റി കൊടുത്ത് സോപ്പ് പറിച്ച് ദേഹം നനച്ച് നമ്മുടെ കസേരയിൽ ഇരിക്കും. ഞാനെന്താ എൻ്റെ അച്ഛ പരസ്യം വരുമ്പോൾ വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, സമയം ചാദിക്കാൻ വേണ്ടിയില്ല. ചില പെണ്ണുങ്ങളെ കാണാം, സീരിയൽ വൈകിട്ട് 5:30 കുളിച്ച് തോർത്തി കാശിക്ക കുടി കെട്ടി അതിനകത്ത് ഞണ്ട്, തേങ്ങ, പഴുതാര, ആമ, കൊടക്കുമ്പി, വെറുതുമ്പി, ഇരുമ്പൂട്, ആപ്പ് ഇത് കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു തട്ടിച്ചവർ പ്രത്യേകിപ്പാണ്. 6 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ടിട്ട് വേണം കുതിരാനുള്ള നെഞ്ചാണ്. ഇപ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥനാന്തരീക്ഷം വേണം. പ്രാർത്ഥന അങ്ങനെ ഇല്ലാത്ത കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിന്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് പ്രായമായ അപ്പനെ ബഹുമാനിക്കുക, പ്രായമായ അമ്മയെ സ്നേഹിക്കുക. നമ്മൾ ചിലപ്പോൾ പറയുകയോ 4 ഒരുമിച്ച് വലിയ പൂജ വേണമെങ്കിൽ ഭയങ്കര തുക അയച്ചാൽ അതുകൊണ്ട് 2 വർഷത്തിൽ 1 അല്ലെങ്കിൽ 3 വർഷത്തിൽ 1 ഇവിടെ തിന്നു കൂടുന്നതിന് ഒരു കണക്കുമില്ല. മേടിക്കുന്ന ഷൂസ്, ഉണ്ടാക്കിയ വീട്, മേടിക്കുന്ന തുണി, ടൂറ്, പിക്നിക്, എത്ര ടിക്കറ്റിന്റെ കാശാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുക. പ്രായമായ അമ്മയെ കാണാൻ സമയമില്ല, പ്രായമായ അപ്പനെ കാണാൻ സമയമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചുരുൾ വീണ് മുഖത്ത് നോക്കാൻ സമയമില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നോക്കാത്ത മുഖത്ത് മുഖത്തോട് കുത്തും. ജീവിക്കുമ്പോൾ മുഖത്തില്ല, ചത്തിട്ട് മുതൽ അർത്ഥമില്ല. ജീവിക്കുന്ന കാലം നമ്മൾ അപ്പനെ അമ്മയെ നോക്കണം. മരിച്ചു കഴിഞ്ഞ് റീത്തെന്ന് പറഞ്ഞ വണ്ടിച്ചക്രം നെഞ്ചത്ത് വെക്കുന്നതിനേക്കാൾ പേര് ജീവിക്കുമ്പോൾ കയ്യിൽ ഒരു പൂ കൊണ്ട് കൊടുക്കുന്നതാണ്. ഒരു ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ചേർന്ന് സമയമില്ല. ഒരു അപ്പന് വയസ്സ് 75, അമ്മയ്ക്ക് വയസ്സ് 70. 3 കേടാമത്തന്മാർ ആമക്കൾ. ഈ ആമക്കൾ നാട്ടിൽ തന്നെ താമസിക്കുക. പക്ഷേ ഈ 80-കാരി അമ്മ വേണം ഈ അപ്പനെ നോക്കാൻ. തിരിച്ചു മറിച്ച് കരുതുക, ദേഹം തുടച്ചു കൊടുക്കുക, എല്ലാം അമ്മയെ ചെയ്യുക. അവസാനം അടുത്ത 2 മാസമായിട്ട് 3 ആമക്കളും വെല്ലൊന്നും പോകുന്നില്ല. അപ്പൻ്റെ കട്ടിൽ കാവൽ മുറുക്കി പുറത്ത് പോകുന്നില്ല, വരാണ്ട് കൊണ്ട് പോവുകയാണ്. ആൾക്കാരിക്കുന്നതിന് മക്കൾക്ക് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. അവ വീതം കൊടുക്കാൻ സംഭവിച്ചു. അമ്മോട് അതൊന്നുമല്ല, ഞാനൊരു ടിക്കറ്റിക്ക് കാണിച്ചു. എന്താ കാണിച്ചത്? ഞാൻ സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നു അപ്പനെ നോക്കാൻ വേണ്ടി. പുറത്തു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ നോക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്തെ മാവ് പോലെ. നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് വീടിന് മുറ്റത്ത് ഒരു മാവ്. ആ മാവ് മുറ്റത്ത് നിൽക്കുമ്പോൾ മാവിന്റെ വില അറിയത്തില്ല. കാട്ടിൽ നിൽക്കുന്ന മാവ് ഒടിഞ്ഞു പോയി. മാവ് ഒടിഞ്ഞപ്പോഴാ മാവ് മറച്ച ആകാശം എത്ര വലുതെന്ന് പിടികിട്ടി. മാവ് തടഞ്ഞ കാറ്റ് എത്ര വലുതെന്ന് പിടികിട്ടി. മാവ് ശുദ്ധീകരിച്ച വായു എത്ര വലുതെന്ന് പിടികിട്ടത് മാവ് ഒടിഞ്ഞപ്പോഴാണ്. അപ്പനും ഗുരുവിനെ പോലെ വെട്ടേക്കെടുത്തോളും വില അറിയത്തില്ല. അവർ മരിച്ചു കഴിയുമ്പോഴാ വില അറിയുക. അപ്പനും അമ്മ ഉള്ളപ്പം വീട് എൻ്റെ വീട്. അപ്പനും മരിച്ചാലോ ചേട്ടൻ്റെ വീട്, അനുജൻ്റെ വീട്, എൻ്റെ പെങ്ങളുടെ വീട്. നമ്മുടെ അഡ്രസ് മാറും 2 പേര് മരിച്ചു കഴിയുമ്പോൾ. മാതാപിതാക്കളെ സ്നേഹിക്കുക,
അവരെ ബഹുമാനിക്കുക. 4-ാം പ്രമാണം പാലിക്കുക. കുടുംബത്തിൽ അനുഗ്രഹം. 5 കൊല്ലരുത്. ജെറമിയ 1:5 നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത് ഞാൻ നിന്നെ അറിഞ്ഞതാണ്. ജീവൻ തന്ന ദൈവത്തിനെ ജീവനെടുക്കാൻ അവകാശവും. ജോലിയുടെ പേരിൽ, ശമ്പളത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ അബോർഷൻ നടത്തുന്ന കുടുംബങ്ങൾ ശപിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഡൊണാൾഡ് ട്രംപിന് എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അമേരിക്കയിലെ അബോർഷൻ ക്ലിനിക്കുകൾ ആദ്യമായി അടച്ചുപൂട്ടാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ് ട്രംപ്. പറയുന്നവർ ചെയ്യുന്ന മനുഷ്യനാണ് ട്രംപ്. മതിൽ കെട്ടുമെന്ന് പറഞ്ഞ ധൈര്യത്തിലുള്ളൂ. അയാൾ മതിൽ കെട്ടട്ടെ. ഈ കള്ളത്തട്ടി കാണിച്ചിരുന്നു ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവാധി അയാൾക്കുണ്ട് എന്തെല്ലാം കാണിച്ചു നോക്കിയാൽ. അബോർഷൻ നടന്ന സ്ത്രീ ശിക്ഷിക്കപ്പെടുന്നത് ആദ്യം പറഞ്ഞ നേതാവ് ട്രംപാണ്. മുസ്ലിങ്ങൾ തെമ്മാടികളാണ് പരസ്യമായിട്ട് പറഞ്ഞത്. ട്രംപിനെ ദുരിപ്പിട്ടുള്ളൂ. ഒബാമ സോപ്പിട്ട് സൂപ്പിച്ചു പോയിട്ടുള്ളൂ. അയാളുടെ ചില ക്വാളിറ്റി വേണ്ടി മനുഷ്യൻ, പ്രത്യേകിച്ച് ജീവനെ മാനിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അയാൾക്ക് ദൈവാധീനമുണ്ട്. എന്തെല്ലാം പൊട്ടത്തിലും വിട്ടിത്തവും വിളിച്ചു പറഞ്ഞാലും അപ്പൊ ജീവനെ നമ്മൾ മാനിക്കും. അബോർഷൻ നടത്തിയ കുടുംബങ്ങൾ ശപിക്കപ്പെട്ട കുടുംബങ്ങളാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ അതിനൊരു പാപമോചനം എങ്ങനെ ലഭിക്കുക? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രസവത്തിന് സാമ്പത്തിക സൗകര്യം ചെയ്തു കൊടുത്തും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ചും പ്രവൃത്തി കൊണ്ട് കൈകാര്യം ചെയ്യണം. അല്ലാത്ത കുടുംബങ്ങളിൽ ജീവിക്കുന്ന മക്കളെ ഒരു ശാപത്തിന്റെ പാട് എന്നും തൂങ്ങിക്കിടക്കും. അതുപോലെ ഓർക്കുക, കൊല്ലതെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗം പരമാവധി മക്കളെ ജനിപ്പിച്ച് പൈസ ഉള്ളവരെ പരമാവധി സഭയ്ക്ക് മക്കളെ ജനിപ്പിച്ച് വളർത്തണം. കാരണം ദൈവത്തിന്റെ പ്ലാൻ കുറെ പിള്ളേരൊക്കെ വീട്ടിൽ വേണമെന്ന് 5-6 കൊണ്ട് അവരാൻ ആഗ്രഹമാണ്. ആ 1 കൊണ്ട് നമ്മൾ നിർത്തിയാൽ 2 കൊണ്ട് നിർത്തിയാൽ എത്തിയും. 1നെ കൊണ്ട് 10ന്റെ പ്രകടനം കാഴ്ചവെപ്പിക്കും. നമ്മളിത് കാണുന്നത് ഇങ്ങനെയാണ്. തനിയുമല്ല, കുറെ മക്കൾ ഉണ്ടാകുമ്പോഴാണ് ഉപ്പിനും ഊറ്റിനും ഉണ്ടാവുക. ഞാൻ ദുബായിൽ ധ്യാനിപ്പിച്ചപ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോലിയാലും ധ്യാനിക്കാറുണ്ട്. 5 ദിവസത്തെ ഞാനെങ്കിൽ ജോലി പറഞ്ഞു, അച്ഛാ 18 മകളിൽ ഞാൻ 13ാമത്തേതാണ്. ഞങ്ങളുടെ 18 മകൾ ഒരുമിച്ച് അധ്വാനിച്ച ഞങ്ങളുടെ കുടുംബം ഇത്രയും കാണുന്നത്. മദർ തെരേസ 4ാമത്തേത്, തെണ്ടുൽക്കർ 5ാമത്തേത്, അബ്ദുൽ കലാം 7ാമത്തേത്, ടാഗോർ 14ാമത്തേത്. ഒരുപാട് മക്കളുണ്ടാവണം, ഉപ്പിനും ഊറ്റിനും ഉണ്ടാവുക. പലരൊക്കെ ജന്മം കൊള്ളാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം 2 കൊണ്ട് നിർത്തുന്ന വീട്ടിൽ നിങ്ങളുടെയൊക്കെ പരിചയത്ത് തെണ്ടുൽക്കർ ഉണ്ടാകാനുള്ള സാധ്യത എന്നേക്കുമായി അടഞ്ഞു പോവുകയാണ്. കഴിയുമല്ല, 1 2 ഉണ്ടെങ്കിൽ ഒരു കഴിഞ്ഞും ഒരു കടിഞ്ഞുകൊണ്ടിനുമായിട്ട് പോരായ്മ ഉണ്ടാകുമ്പോഴാണ് ഉപ്പിനും ഇതിനും ഉണ്ടാവുക. ജീവനെ മാനിക്കുക. പൂർണ്ണന്റെ തെറ്റ്. മക്കൾ ഉണ്ടായിട്ട് മനഃപൂർവ്വം വേണ്ടത് നോക്കുന്നതും തെറ്റാണ്. കഴിവുണ്ടോ പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കുക. 5-ാം കൊല്ലരുത്. വ്യഭിചാരം ചെയ്യരുത്. എന്താണ് വ്യഭിചാരം? ഏതെങ്കിലും പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും പുരുഷന്റെ കുറെ ഓടുന്നത് മാത്രമല്ല വ്യഭിചാരം. കണ്ണ് മോശമായി ചലിച്ചാൽ അത് വ്യഭിചാരമാണ്. അവസരം കിട്ടാത്തതുകൊണ്ട് ആക്ഷൻ നടന്നിട്ട് മാത്രമേ ഉള്ളിൽ അത് കഴിയും. അത് നടന്നു കഴിയും. നരേശ് പറയും, കണ്ണ് കുറ്റമറ്റതെങ്കിൽ കാഴ്ചയും കുറ്റമറ്റതായിരിക്കും. ഉദാഹരണത്തിന്, കല്യാണം കഴിച്ച ഒരു പുരുഷൻ വേറെ ഒരു പെണ്ണിനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരമാണ്. വിവാഹിതയായ സ്ത്രീ സ്വന്തം ഭർത്താവിനപ്പുറത്ത് മറ്റൊരു പുരുഷനെ ഓർത്തുകൊണ്ടിരുന്നാൽ അത് കുഞ്ഞുങ്ങളുടെ ശാപമാണ്, കുടുംബത്തിന് തകർച്ചയാണ്. ഓർത്തവരായിരിക്കുന്ന കല്യാണം. പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കഴിയുന്ന പുരുഷന് എല്ലാ യൂണിലും വേണം. കിട്ടിയതോ ഒട്ടും പൊരുത്തമില്ലാത്ത പുരുഷൻ. ആ ആളെ കൂടി തൃപ്തിപ്പെടും. ആളുകളെ ഓർമ്മ, ഞാൻ കഴിയുന്ന പെണ്ണിന് സമ്പ്രദാസൂരിന്റെ ഓർമ്മ, ദിവ്യാമണിയുടെ മരിച്ച പഴനി, കാവ്യാമാധവന്റെ തുറിച്ച കണ്ണ്, ഇതൊക്കെ ആയിരിക്കും പെണ്ണ്. കിട്ടിയതോ ചാളമേലിയെ പോലെ കിട്ടിയ ആളുകൾ സംഭവിച്ചില്ല. കിട്ടിയ ഇല്ലാതെ ചെയ്യുന്നത് അത് വ്യഭിചാരമാണ്. സ്വന്തം ഭാര്യയ്ക്കൊപ്പം ഒരാളെ ചിന്തിക്കുന്നത് അത് വ്യഭിചാരം. ഞാൻ കൊട്ടാരക്കര നിൽക്കുക, എനിക്ക് തിരുവനന്തപുരത്തിന് പോകണം, അതേസമയം കോട്ടയത്തിന് പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോയേക്കാൻ വരുമ്പം തിരുവനന്തപുരം വണ്ടി അതൊക്കെ ഇരിക്കും മുതൽ ഞാൻ ഓർക്കുക, കോട്ടയം വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് അടൂര് കാണാം, കൊടച്ചനാട് കാണാം, അല്ലെങ്കിൽ പന്തളം കാണാം, ചെങ്ങന്നൂർ കാണാം, കലിശ്ശേരി കാണാം, തിരുവല്ല കാണാം, ചങ്ങനാശ്ശേരി കാണാമെന്ന്
ഓർമ്മ. തിരുവനന്തപുരമേട്ടൊക്കെ ഇരിക്കും മുതൽ കൊട്ടാരക്കര മുതൽ ആസ്വദിക്കണം. ആയൂരുണ്ട്, അഞ്ചലുണ്ട്, കരകോടലുണ്ട്, വെളിമാനൂരുണ്ട്, വെഞ്ഞാറമൂടുണ്ട്. അങ്ങനെ അവിടെ വരെ ആസ്വദിക്കണം. ഞാൻ കത്തോലിക്കാ സഭയിൽ പൗരത്വത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് 24 വർഷം കഴിഞ്ഞു. ഞാൻ വിശ്വ കല്യാണം കഴിക്കുന്ന വണ്ടിയായിരുന്നു. കുറേ കൂടെ നല്ല വണ്ടി, കൊക്കോ കണ്ടരി, കോഴി കണ്ടരി, കാറ് കണ്ടരി, വീട് കണ്ടരി. ഈ വണ്ടിയിൽ ഓർക്കരുത്. എൻ്റെ വണ്ടി തെറ്റിപ്പോയ ദൈവമേ ഓർക്കുമ്പോഴാണ് എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ കത്ത് പൊന്നി യോസഫ് വെച്ച അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ അവൻ അവൻ്റെ വണ്ടി പഠിച്ചു. നോർത്ത് നോക്കിക്കെ ദേവലോകത്ത് പാവാട് ഒരറിയിപ്പ് വരും. ഓർത്തഡോക്സ് സഭയിൽ 2017 ജൂലൈ 3 തോമാശ്ലീഹയുടെ ദുഃഖാന തിരുനാളുള്ളത് സഭയുടെ നിയമം മാറ്റി. അറിയിപ്പ് അടുത്ത ഞായറാഴ്ച പള്ളി വായിക്കാൻ വേണ്ടി കണ്ടത് വരുന്നു. എന്താ നിയമം? സഭയുടെ നിയമം കെട്ടിയ പെണ്ണിൻ്റെ കൂടെ മരണം വരെ, കിട്ടിയ പുരുഷൻ്റെ കൂടെ അന്ത്യം വരെയാണ്. പക്ഷെ ജൂലൈ 3 മുതൽ സഭയിലെ നിയമം മാറും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ആളെ എടുക്കാം. ജൂലൈ 3-ാം തീയതി വരെ. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഭാര്യ എടുക്കാം. ജൂലൈ 3 മുതൽ. ഒരു സഹോദരൻ ഇടയില്ലാഞ്ഞിട്ടും പുറകെ തന്നെ എത്തി നോക്കും. നടക്കാൻ പോലും അങ്ങനെ അറിയിപ്പ് ഈ ദേവാലയത്തിൽ കൊടുത്താൽ ഇവിടെ പെന്തക്കോസ്ത് തിരുനാളിൽ കൊടുങ്കാറ്റ് ഏലപ്പ് ഈ പള്ളിയിൽ കേൾക്കാം. 160 പേര് ഓർക്കും മാറ്റിയെടുക്കാറുണ്ട്. 20% പേര് എനിക്ക് പെട്ടുപോയി, ഇനി പഠിക്കില്ലേ. 10% പേര് നോക്കട്ടെ. എല്ലാവരും അറിയാം, ഞാനും മാറും. ആരും അറിയില്ല, ഞാനും മാറുന്നില്ല. അപ്പം ഇന്ന് വെബിനാരം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറി. ഈയിടെ 22 വയസ്സുള്ള യുവാവ് ധ്യാനിക്കാൻ കൗൺസിലിങ്ങിന് ബുദ്ധിമുട്ടും. എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു സ്ത്രീ 32 വയസ്സ്, കെട്ടിയവൻ അമേരിക്കയിലാണ്, പോയിട്ട് 4 വർഷമായി. അവൾ നാട്ടിൽ ഒറ്റയ്ക്ക് മടുത്തച്ച. അവളോട് ചോദിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കെട്ടിയവനെ പോലെ കൂടെ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമോ? അച്ഛാ, ഞാൻ എങ്ങനെ പോയാൽ അത് പാപമാണോ അതോ പരോപകാരമാണോ? ഞാൻ പറയുക, നീ കള്ളസാക്ഷ്യം പറയും. കള്ളസാക്ഷ്യം എന്താ? കള്ളസാക്ഷ്യം കള്ള ഇമെയില്, കള്ള ഫോൺ വിളി, ഊമക്കത്തുകൾ, കേട്ടത് പൊലിപ്പിച്ച് പറയുക, സത്യം പറയാതെ, സത്യത്തോട് ബന്ധമില്ലാത്ത സംസാരമോ പ്രവൃത്തിയോ മീഡിയ ഒന്നും ആയിക്കോട്ടെ അതിന് വിളിക്കും. ആ കുടുംബത്തിൽ മക്കൾ അനുഗ്രഹം നഷ്ടപ്പെടും. 8 നീ മോഷ്ടിക്കരുത്. എന്താണ് മോഷ്ടിക്കരുത്? എന്തെങ്കിലും കുറച്ച് പൈസ കട്ടെടുത്തതോ, വിശക്കുന്നവൻ നമ്മുടെ നാട്ടിലെ പറമ്പിൽ നിന്ന് 2 കപ്പ പറിച്ചതോ, 2 തേങ്ങ ഇട്ടതോ, 3 വാഴക്കൽ ഇട്ടതോ സംവിധാനം ഗൗരവമുള്ള തെറ്റൊന്നുമല്ല. മോഷണമെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത കയ്യിൽ വെക്കുക. നേഴ്സായ ഒരു സ്ത്രീ ആശുപത്രിയിൽ വരുമ്പം 2 ഗുളിക എടുത്തുകൊണ്ട് വന്നാൽ അത് മോഷണത്തിന്റെ ഭാഗമാണ്. കൊടുക്കാൻ വെച്ച വിറ്റാമിൻ സാധനത്തിന്റെ ടിപ്പി എടുത്തുകൊണ്ട് പോയാൽ അത് മോഷണമാണ്. 100 രൂപ ശമ്പളം മേടിച്ചിട്ട് 50 രൂപയുടെ പണികൊണ്ട് നിർത്തിയാൽ അത് മോഷണമാണ്. വീട്ടിൽ നാട്ടിൽ ഒരു പണിക്കാരൻ്റെ കൂലി 500, പാവപ്പെട്ടത് 250 രൂപയ്ക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ മുതലാളി അവൻ 250 രൂപ കട്ട മോഷ്ടാവാണ്. 200 രൂപ മേടിച്ച് ആൾക്കാരോട് ഫീസ് മേടിച്ചിട്ട് ഒരു 150 രൂപയെ കാണുന്ന ഡോക്ടർ കള്ളനാണ്. അർഹതയില്ലാത്ത പണമായിട്ട് വിളിച്ചു വിടുക. അയാളുടെ മക്കളിലൂടെ ആ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാകും. ശരിക്കും സാധനം ഉപയോഗിക്കാം, കെട്ടിടം പണിയണം, റോഡ് പണി, എഞ്ചിനീയർ, കള്ളനാണ്, മോഷ്ടാവാണ്. ഈ ഒരു സപ്ലൈ ഓഫീസറോട് പറഞ്ഞു, അച്ഛാ ലോകം മഹാമോശം. എൻ്റെ അച്ഛ ഒരു ഫയൽ ഒപ്പിടാൻ വേണ്ടി ഒരു 500 രൂപ കൈക്കൂലി തന്നോ? കള്ളനോട്ടായിരുന്നു. എന്ത് മോശമായിരുന്നു! കൈക്കൂലിക്കാണ് കള്ളനോട്ടിനാണോ? അപ്പം മോഷ്ടിക്കരുത്. അത് ഏത് രൂപത്തിലേത് ഭാഗത്തിലും അത് പ്രമാണങ്ങളുടെ ലംഘനം. ആ കുടുംബത്തിൽ അനുഗ്രഹം കുറവ്. നീ മോഷ്ടിക്കരുത്. 9 അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അന്യന്റെ വസ്തുക്കൾ മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് കമ്പാരിസൺ വേണ്ടി കാര്യങ്ങൾ. അയൽവക്കത്തെ വീട്ടിൽ 6 മുറിവുണ്ടോ? ഭാര്യ ഭർത്താവിന് നമുക്ക് 8 മുറി വേണം. അയൽക്കാർ 20 ലക്ഷത്തിന്റെ കാറ് മേടിച്ചോ, നമുക്ക് 30 ലക്ഷത്തിന്റെ കാറ് വേണം. എന്തായാലും മേടിച്ചു കൂടുക ആർത്തി.
ഇവിടുന്നൊക്കെ യാത്ര പോകുമ്പോൾ ദോഹ, അബുദാബി, ദുബായ് ചെല്ലുമ്പോൾ പെണ്ണുകൾ ഓടുകയാണ് ഡ്യൂട്ടി ഫ്രീ സ്വർണ്ണമൊക്കെ മേടിച്ച് കൊണ്ടുപോയി ലോക്കറിൽ വെക്കുക, തിരിച്ചു വെക്കുക, ചോറ് വെക്കുക, ഇവിടെ കൊണ്ട് അലമാരി വെക്കുക. വേഗം തിന്നാൻ പോലും പറ്റിയല്ല. അങ്ങനെയല്ലേ മോഹൻലാലിൻ്റെയൊക്കെ പ്രസ്ഥാനം. സ്വർണം മേടിക്കാൻ അവൻ്റെ മലബാർ ഗോൾഡ്, ലോൺ എടുക്കാൻ അവൻ്റെ മലപ്പുറം ഗോൾഡ്. ഇനി പൈസ വച്ചി കിട്ടണോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇതൊന്നിന് ഓരോരോ ബിസിനസ്സിൻ്റെ ലോകമാണ്. പകലിൻ്റെ ലോകത്ത് നമ്മളൊരു അടിമയായി മാറും. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 3 കോംപ്ലക്സുകളാണ്. 1 സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, 2 ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, 3 എല്ലാം മേടിച്ചു കൂട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ കോംപ്ലക്സിനെ ഇങ്ങനെയാണ് പറയുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അത് കുടുംബത്തിൽ അനുഗ്രഹം നഷ്ടപ്പെട്ടു. മിനിമം കൊണ്ട് ജീവിക്കാൻ പറ്റുക, പരമാവധി മിനിമം കൊണ്ട് ജീവിക്കാൻ. 10 അന്യൻ്റെ ഭാര്യയെ ഭൂമിക്കരുത് എന്ന് പറഞ്ഞാൽ വിവാഹിതനായ പുരുഷൻ മറ്റൊരു സ്ത്രീയെ ഹൃദയത്തിൽ ആഗ്രഹിക്കരുത്. വിവാഹിതയായ സ്ത്രീ മറ്റൊരു പുരുഷനെ ഭൂമിക്കരുത്. അവനായിരുന്നെങ്കിൽ ഞാൻ മെച്ചപ്പെട്ടതിന് ഓർത്തേക്കരുത്, അവളായിരുന്നെങ്കിൽ എനിക്ക് ഗുണമാൻ ഓർത്തേക്കരുത്. ജീവിതത്തിൽ ദൈവം തന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ മക്കൾക്ക് അനുഗ്രഹം, കുടുംബത്തിന് അനുഗ്രഹം. ആ കുടുംബം ഭാഗ്യപ്പെട്ട കുടുംബമായി മാറും. അങ്ങനെയുള്ള വീര്യമുള്ള ഒരു കുടുംബമായി നമ്മൾ മാറട്ടെ. അതിന് കാനായി കല്യാണത്തിൽ ആശ്വസിച്ച് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഇത് 1-ാം ഭാഗത്തെ ചിന്ത. ഒരു പാട്ടിന് ശേഷം 2-ാം ഭാഗം. അതിനുവേണ്ടി വിചാരിച്ച് അറിയിക്കും. ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. 1-ാമത്തെ ഉടമ്പടി കല്യാണം. ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ വാക്ക്, മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. 2-ാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 9. ദൈവവും നോഹയും തമ്മിൽ. ഇനിമേൽ ജലപ്രളയത്തിലുള്ള ഭൂമുഖത്തെ നശിപ്പിക്കുന്നത് കാണിക്കുവാൻ ചക്രവാള സീമയിൽ ദൈവം മഴവിൽ വിധിച്ചു. 3-ാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12. ദൈവവും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും തമ്മിൽ. നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം സ്ഥാപിച്ച 1-ാമത്തെ ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ഉടമ്പടി ദൈവം സ്ഥാപിച്ച് ഭൂരിപക്ഷം പേരെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുമ്പോൾ എങ്ങനെയുള്ള ദാമ്പത്യമാണ് നിങ്ങളുടെ ദാമ്പത്യമെന്ന് ഈ സന്ധിയിൽ 2-ാം ഭാഗത്ത് ഒരാത്മശോധന. ദാമ്പത്യം 10 വിധമായിട്ടാണ് ഇത് തിരിക്കുക. കുടുംബജീവിതത്തെ 10 കൂട്ടം ദാമ്പത്യമായി തിരിക്കും. 1. സ്നേഹത്തിൻ്റെ ദാമ്പത്യം. സ്നേഹത്തിൻ്റെ ദാമ്പത്യം അടിസ്ഥാനമാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ സ്നേഹം ദമ്പതിമാരെ കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. A. കരയിപ്പിക്കും. B. കാത്തിരിക്കാൻ നിർബന്ധിക്കും. സ്നേഹത്തിൻ്റെ പ്രത്യേകത, സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ നിർബന്ധിക്കും. കുട്ടിക്ക് രോഗം വന്നാൽ അമ്മ കരയും, കാരണം സ്നേഹം അമ്മയെ കരയിപ്പിക്കും. ഭർത്താവിന് തകർച്ച വന്നാൽ ഭാര്യ കരയും, ഭാര്യയ്ക്ക് തകർച്ച വന്നാൽ ഭർത്താവ് കരയും, കാരണം സ്നേഹം. കരഞ്ഞോ ഒരുമിച്ച് കരയും, ചിരിച്ചോ ഒരുമിച്ച് ചിരിക്കും. ഭർത്താവിന് പ്രയാസം വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് നോമ്പര് വരുമ്പോൾ ഭർത്താവ് പറയും, നീരട്ടങ്ങനെ നീരട്ടാവുന്നത് നേരട്ടെ, എന്നെ മാറ്റി നിന്നെ നീക്കാനുള്ള സമയം ഇതാവുന്നിരിക്കുന്നു. ഒരിക്കലും പറയുകയല്ല. ഭാര്യ കരഞ്ഞോ ഒപ്പം ഭർത്താവ് കരയും, ഭർത്താവ് കരഞ്ഞൊപ്പം ഭാര്യ കരയും. സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി, ഉച്ചയ്ക്ക് 1:30 വരുന്നു. 1:30 ഭാര്യ ഇങ്ങനെ വീട്ടിലാണെങ്കിൽ നോക്കി നിൽക്കും. ഭർത്താവ് വരുമ്പോഴേ എൻ്റെ ഒരു മനുഷ്യ നിങ്ങൾ എപ്പോഴാണ് വരുന്നത് ഫോട്ടോ ചെയ്യാൻ ഇവിടെ നിങ്ങളെ കാണാൻ നെഞ്ച് തീയായിരുന്നു. കണ്ടപ്പോഴാ തീ കേട്ടത്, സത്യം പറഞ്ഞ കണ്ടപ്പോഴാ തീ കേട്ടത്. ഭർത്താവിന് തോന്നും എന്നെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ. ഭാര്യ പുറത്തു പോയി 2 മണിക്ക് വരുന്നു. 2 മണിക്ക് ഭാര്യ വരുമ്പോൾ ഭർത്താവ് എന്നെ തേടി, നീ പോയപ്പോൾ മുതൽ ഒരനക്കവും ഇല്ല, നീ വന്നപ്പോഴാ ഒരനക്കം, നീ ഇല്ലാതെ വീട് ശവത്തോടെ പോലെ. ചില ആളുകൾ അതിങ്ങനെ പറയുള്ളൂ, എൻ്റെ ഇടി നീ ഇല്ലാതെ വീട് ശവത്തോടെ പോലെ.
നീ വന്നപ്പോഴാ ശവം അപ്പൊ സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ നിർബന്ധിക്കും. ഇതാണ് സ്നേഹത്തിന്റെ ദാമ്പത്യം. രണ്ട്, കരുണയുടെ ദാമ്പത്യം. കരുണ. ഭർത്താവിന്റെ വാക്കിൽ ഭാര്യയോട് കരുണ കാണിക്കണം, ഭാര്യയുടെ വാക്കിൽ ഭർത്താവിനോട് കരുണ കാണിക്കണം. കരുണയില്ലാത്ത ഭർത്താവിന് കുഞ്ഞുങ്ങളോടും പറയാം. പരീക്ഷയ്ക്ക് പഠിച്ചു കുഞ്ഞു പഠിച്ചു, അമ്മ മോനെ കൊണ്ടുവന്നു, അപ്പൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയും, ഓ നമ്മുടെ മോൻ പഠിച്ച് കണ്ണു കുടിഞ്ഞു പോയി, വിറ്റാമിൻ മേടിച്ചു വിടണം. പിന്നെ അപ്പൻ്റെ മറുപടി സാരമില്ല, റിസൾട്ട് വരുമ്പോൾ തന്നെ തടി. അപ്പം കരുണയുടെ വാക്ക് കുഞ്ഞുങ്ങൾ. അതുപോലെ ഒരു മോൻ അവരോടൊപ്പ എനിക്ക് ഒരു മോട്ടോർ ബൈക്ക് മേടിച്ചതാണ്. അപ്പം ഇവൻ താടി മീശ നീട്ടി വർദ്ധിക്കുക, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുറച്ചാൽ മോൻ. അപ്പം അവന് മോട്ടോർ സൈക്കിൾ, അപ്പം പറഞ്ഞു മോട്ടോർ സൈക്കിൾ മേടിച്ചു തരാം, 1,00,000 രൂപ ആകുമെങ്കിൽ നീ തട്ടുകടയിൽ പോയോ പണിയാൻ പോയോ 50,000 രൂപ ഒരു വർഷത്തിൽ നിന്റെ ഉണ്ടാക്കണം. 50,000 ഞാൻ ഇടാം. നീ ഇപ്പോൾ ക്ലാസ്സിൽ 8ാം സ്ഥാനത്താണ്, ഒരു 2ാം സ്ഥാനത്തേക്ക് പഠിച്ചു വളരണം. 3, വൃത്തികെട്ട താഴീച്ച വേണ്ടി വാർത്തപ്പെടുന്ന ചെറുപ്പക്കാരൻ നടക്കണം. ഇത് 3 ചെയ്യാമെങ്കിൽ മോട്ടോർ സൈക്കിൾ മേടിച്ചു തരാം. സമ്മതിച്ചു. അവൻ 8 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് മെഷീനും കൊണ്ട് പുല്ലും വെട്ടി തട്ടുകടയിലും വന്ന് 50,000 ഉണ്ടാക്കി. ക്ലാസ്സിൽ കഷ്ടപ്പെട്ട് പഠിച്ച് 2ാം സ്ഥാനത്തേക്ക്. അവസാനം അവൻ അപ്പ വണ്ടി മേടിച്ചു തരാം. അവൻ പറഞ്ഞു, നീ പൈസ ഉണ്ടാക്കി. ചോദിച്ചു, നീ പഠിത്തത്തിൽ കയറി വന്നു, ഇനി താടിപ്പിച്ച പറ്റുന്നില്ലേ? അവൻ ചോദിച്ചു, അതിനപ്പ ഏഷ്യ പ്രവാചകൻ താടിപ്പിച്ചില്ലായിരുന്നു, യോഹന്നാൻ സ്നാപകൻ താടിപ്പിച്ചില്ലായിരുന്നു, കർത്താവിന് താടിപ്പിച്ചില്ലായിരുന്നു. ഒരു ഞാൻ അത്ഭുതമാക്കുന്നു മോനെ, അവരാരും മോട്ടോർ സൈക്കിളിൽ പോയിട്ടില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ കരുണയുടെ വർത്തമാനം, കാരുണ്യത്തിന്റെ സംസാരം, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മക്കളോട് ഭാര്യയോടാണെങ്കിൽ കരുണ. ചിലപ്പോൾ എന്ത് വർഷമായിട്ട് ചില ആണുങ്ങൾ ഭാര്യയോട് സംസാരിക്കുക. ഭാര്യ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചു, ചില്ലി ചിക്കൻ, ആ കൂട്ടത്തിൽ സലാഡ്, മുഴുത്ത പപ്പടവും കാച്ചി വേഷത്തിൽ കുറിച്ചു. ഭാര്യ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും സലാഡും എടുത്ത് വെച്ചു, പപ്പടം നടന്നു പോയി. കെട്ടിയോട് വേണ്ട ഒരു രീതി പറയാം, ഇതിനാടി ചത്തുപോയത് തന്നേക്കേട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പറയുന്ന ആണുങ്ങളെ കളിക്കണം. പക്ഷെ മര്യാദയ്ക്കും പറയാം, എൻ്റെ എഴുതി ഞാൻ ഓഫീസിൽ മുറിയിൽ ഒരു കട്ടനിട്ടു, ആ കട്ടനൊരു കമ്പിയായിരിക്കും കിട്ടും. കമ്പിയുടെ നീളമെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ മുതൽ ആ പപ്പടം വരെ വരും. അതിനെ ഒരു പക്ഷേ പപ്പടം മറന്നുപോയി കേട്ടോ. 2 രീതിയും പറയാം, കരുണയോടെ പറയാം, കരുണയില്ലാതെ തോന്നുന്നത് സംസാരിക്കാം. കുടുംബത്തിൽ നമുക്കറിയാം, രാമായണം ഇന്ത്യയുടെ ഇതിഹാസം. രാമായണത്തിൽ ഒരു കാര്യം പറയുന്നത്, ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ രാമൻ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരു മരത്തിന് ചൂണ്ടിച്ചെത്തി. ഉറക്കം വന്ന രാമൻ കയ്യിലെ മൂർച്ചയുടെ അമ്പ് മരത്തിന്റെ കുത്തി വെച്ചിട്ട് രാമൻ ഉറങ്ങി. 6 മണിക്ക് എഴുന്നേറ്റ് രാമൻ മരത്തിന്റെ പൊതിയിൽ നിന്ന് അമ്പ് വലിച്ചുകൊണ്ടുള്ള കാണുക. അമ്പിന്റെ മൂർച്ചയുടെ മന ഒരു തവളക്കുഞ്ഞിന്റെ വായില കുത്തി വെച്ചിരിക്കുന്നു. തവളക്കുഞ്ഞിനടുത്ത് പഴയുക. രാമൻ പറഞ്ഞു, തവളക്കുഞ്ഞെ, നിന്റെ വായിലാണ് എന്റെ അമ്പിന്റെ മൊനയെന്ന് നീ ഒന്ന് സൂചിപ്പിക്കുന്നെങ്കിൽ ഞാൻ അമ്പ് മാറ്റിക്കുവായിരുന്നല്ലോ. അവിടെ തവളക്കുഞ്ഞ് പറഞ്ഞു, എന്റെ രാമ, കുഞ്ഞുനാളിൽ എന്റെ അമ്മയായ കുട്ടമാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്തെങ്കിലും അപകടം വരുമ്പോൾ രാമനെ വിളിച്ചാൽ മതി. ആ രാമൻ തന്നെ എന്റെ വായിൽ അമ്പ് കുത്തി കയറ്റിയാൽ നീ ബലരാമനെയാണ് വിളിക്കേണ്ടത്. കരുണ കാണിക്കേണ്ട ഭർത്താവ് കരുണ കാണിച്ചില്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീ അവിടുത്തെ തൂക്കുകാരൻ അവളോട് കരുണ കാണിച്ചു വിടുന്നു. കുഴപ്പം കെട്ടുവിട്ടേതാണ്. കരുണ കാണിക്കേണ്ട ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചിരിക്കും. പാത്രം കിടക്കാൻ പറ്റുമ്പോൾ കരുണ കാണിക്കുമ്പോൾ കുഴപ്പം ഭാര്യയുടേതാണ്. കരുണയുടെ ദാമ്പത്യം, ഭാര്യയോടുള്ള സംസാരത്തിൽ, ഭർത്താവിനോടുള്ള സംസാരത്തിൽ, മകളോടുള്ള സംസാരത്തിൽ കരുണ, കാരുണ്യം അത് ഉയർന്നതാണ്. 1 സ്നേഹത്തിന്റെ ദാമ്പത്യം, 2 കരുണയുടെ ദാമ്പത്യം, 3 വിശ്വാസത്തിന്റെ ദാമ്പത്യം. സ്വന്തം അമ്മയെക്കാളും അപ്പനെക്കാളും ഭർത്താവിനെ വിശ്വസിക്കാം. സ്വന്തം അമ്മയെ അപ്പനേക്കാൾ ഭാര്യയെ വിശ്വസിക്കാം. കല്യാണമെങ്കിൽ പിന്നെയും കെട്ടിയവനേക്കാൾ സ്നേഹം ആമനയോട് കാണിക്കരുത്.
ഭാര്യയേക്കാൾ സ്നേഹം പെങ്ങളോട് കാണിക്കരുത്. മാതാപിതാക്കളെ വിട്ടു. എത്ര കുറ്റവും കുറവുണ്ടെങ്കിലും ഒന്നാം സ്ഥാനം ഭർത്താവിന്, ഒന്നാം സ്ഥാനം ഭാര്യയ്ക്ക്. ഭാര്യയോട് മകളോട് ഒന്നും മിണ്ടാത്തവൻ കൂട്ടുകാരെ ഫോൺ പിടിച്ചാൽ ഉൽപ്പത്തി മുതൽ ഒരുപാട് വരെ അതിനോട് പറയാനൊരു വഴിയില്ല. ഒരു ഇക്കിളിട്ടോട് ചിരിച്ചോണ്ട് നിൽക്കുന്നതാണ്. ഭാര്യയ്ക്ക് സംശയം തോന്നും, ആ കെട്ടിയവനെ സംശയിക്കണം. അല്ലെങ്കിൽ ഭാര്യയോട് മകളോട് വേണ്ടിക്കൂടെ. ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും സംസാരിക്കുന്നതോട് കൂട്ടുകാരോട് ഭയങ്കര വർത്തമാനം, ഭയങ്കര മേളം. ആ ഭാര്യയെ ഭർത്താവ് സംശയിക്കണം, എന്തോ കുഴപ്പമുണ്ട്. ഏറ്റവും വലിയ സ്നേഹം കാണിക്കേണ്ടത് ഭർത്താവിനോടാണ്, ഏറ്റവും വലിയ സ്നേഹം കാണിക്കേണ്ടത് ഭാര്യയോടാണ്. ഈ സ്നേഹമില്ലാത്ത ഒരു കുടുംബമാണ്. അവിടെയാണ് വിശ്വാസം നഷ്ടപ്പെടുക. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പെരുമാറ്റം ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ ഭർത്താവിന്റെ പാൻസും ഷർട്ടും എല്ലാം അരിഞ്ഞു കൊടുത്തു, എല്ലാം അരിഞ്ഞ് തേച്ച് കൊടുത്തിട്ട് ഭാര്യ അവന്റെ വയറിന് കുത്തും കൊടുത്തു. ഞാൻ ഈ വിഷയം തിരിച്ചു. തന്നെ ഇത്രമാത്രം സ്നേഹിച്ചു, തനിക്ക് തരാത്തതൊന്നും എന്നിട്ട് തനിക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് രോഗിയല്ലേ. അതിനാൽ തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പെണ്ണിന്റെ പേര് ഹെലൻ. ആരാണോ ആ പെണ്ണ് വെടി പൊട്ടി, അത് പെണ്ണല്ല. സിറ്റി ചെന്നപ്പോൾ കുതിരകളുടെ പന്തയ ഓട്ടം. ഒരു പെൺകുതിരയുടെ പേര് ഞാൻ വെട്ടിവെച്ചു, 10,000 രൂപ. പേര് മറക്കാൻ എഴുതി വെച്ചതാ. കുതിരയുടെ പേരാണ് ഹെലൻ. സോറി, ഞാനൊരു പെണ്ണുങ്ങളാണ്. പ്രശ്നം രാവിലെ 6 മണിക്ക് കട്ടൻ കാപ്പി പാഞ്ചാലി കിടക്കി കെട്ടിയവര് കൊടുക്കുകയും അവനെ കവളിൽ കൊടുത്തു. ഞാൻ പിന്നെയും പുതിയ നിമിഷം തന്റെ പന്തയക്കുതിര 5:30 ആയപ്പോൾ ഫോൺ വിളിച്ചായിരുന്നു. സംശയം ഉണ്ടാകാതെ അന്തരീക്ഷം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് വിശ്വാസത്തിന്. ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം തോന്നരുത്, ഭർത്താവിന്റെ ഭാര്യയെ സംശയം തോന്നരുത്. ഒരു നാൾ പെണ്ണ് കെട്ടി, ഭയങ്കര സംശയക്കാരൻ. പെണ്ണ് കെട്ടിയിട്ട് അവന്റെ ഓർമ്മ അവനില്ലാത്ത വല്ലവരും ഫോൺ വിളിക്കുന്നുണ്ടോ, സന്ദർശകരുണ്ടോ, സംശയത്തോട് സംശയം. അവളെ കഷ്ടപ്പെട്ട് പഠിച്ചു, 6 പരീക്ഷ പാസ്സായി അമേരിക്കയിലെത്തി. അവൾ വന്നപ്പോൾ മുതൽ അവന് സംശയം. ഫോൺ വിളിക്കാം, ആശുപത്രിയിലാണോ, വണ്ടിയിലാണോ, വാർഡിലാണോ, ഭക്ഷണം കഴിക്കുകയാണോ, ഇൻജക്ഷൻ കൊടുക്കുകയാണോ, ചന്ദ്രേട്ടൻ എവിടാ, ഈ ചോദ്യം തന്നെ ചോദ്യം. ആർപ്പാടും മടുത്തു. അവസാനം മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ കഷ്ടപ്പെട്ട് ഇവനെ അമേരിക്കയിൽ കൊടുത്തു. നല്ല തണുപ്പുള്ള സാധന രാത്രി 10 ചൂട് പിടിച്ച് കിടക്കുക, 11:30. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. വല്ല അമ്മമാർ ഫോൺ വിളിക്കുവോ, മെസ്സേജ് കൊടുക്കുവോ, വല്ല അമ്മമാർ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ സംശയിച്ച് കിടന്നപ്പോഴാണ് 11:50 അവളുടെ ഫോണിൽ മെസ്സേജ്. സുന്ദരി എന്ന അർത്ഥത്തിൽ ബ്യൂട്ടിഫുൾ. അവൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ തിരിഞ്ഞു കിടന്നു. ഞാനല്ല ഏത് സായിപ്പ എന്റെ ഭാര്യ ബ്യൂട്ടിഫുൾ. രാത്രി 11:50 12 പിന്നെയും വരുന്ന മെസ്സേജ് ബ്യൂട്ടിഫുൾ. മുടിയെ പിടിച്ച് കുത്തി സത്യം പാരടി. ഞാനത് ആരാടി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഞാനല്ലേ പറയുന്നത്. അവളുടെ പൊട്ട പരീക്ഷ ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കും. ശ്രദ്ധിച്ച് നോക്കും. അപ്പോഴാണ് ബ്യൂട്ടിഫുൾ എന്നല്ല ബാറ്ററി ഫുള്ളും. ഞാൻ പറയും വിശ്വസിക്കുന്ന താല്പര്യം, സംശയമില്ലാത്ത വിശ്വസിക്കുന്ന താല്പര്യം വളരെ പ്രധാനപ്പെട്ട. എല്ലാവർക്കും അറിയാം കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമാക്കാർക്ക് പോലും അറിയാം കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെ ഞാനും ശ്രീനിവാസനും കൂടെ ബാംഗ്ലൂരിൽ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് ബൈക്കിൽ പോവുക. അപ്പോൾ ശ്രീനിവാസൻ നിർമ്മിച്ച ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ശേഷം ഒരു നല്ല സിനിമ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു പടം ഇറക്കുവാണെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ചാണ്. അപ്പനെയും അമ്മയും ആങ്ങളമാരെയും വിട്ടിട്ട് ഒരു പുരുഷന്റെ പുറകെ വരുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും ആങ്ങളമാരെയും സ്നേഹം അവൻ കൊടുക്കണം. അവൻ കൊടുത്തില്ലെങ്കിൽ ദാമ്പത്യം പരാജയപ്പെടും. അത് വെച്ചോണ്ട് ഒരു സിനിമ ഇറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമാക്കാർക്ക് അറിയാം കുടുംബമാണ് വളരെ പ്രധാനപ്പെട്ടത്. വെള്ളിമൂങ്ങ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തും കൂടി കോട്ടയം SH എന്നെ കാണാൻ. എന്നിട്ട് അവർ തിരക്കഥാകൃത്ത് സിദ്ധിരാജ് പറഞ്ഞു, അച്ഛാ ഒരു ചെറുകഥ ചങ്ങനാശ്ശേരിക്കാരൻ ജെയിംസിന്റെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ചെറുകഥ ഒരു സിനിമ ആക്കാൻ മാത്രം പോയിട്ടില്ല. അപ്പോൾ 2ാം ഭാഗം അച്ഛനൊന്ന് സഹായിക്കണം. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കാര്യം ഒന്ന് പറയാമെങ്കിൽ ഞാൻ തിരക്കഥയാക്കി എഴുതാം. ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൻ അകാരണമായി അകന്നിട്ട് വീണ്ടും തിരിച്ച് അവളിലേക്ക് അവൻ വഴി കാണിച്ചത്. അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവൻ എന്തെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറയും. 1.5 മണിക്കൂർ ഇന്ന് എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുത്തു. അത് സിദ്ധിരാജ് മനോഹരമായി എഴുതി.
അത് കേരളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് വന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് ആരംഭത്തിൽ കാണും സിൻസിയർ ആൻഡ് ഫാദർ ജോസഫ് കരിക്കാൻ. ആ പടമാണ് മുന്തിരി വണ്ടികൾ തടുക്കുമ്പോൾ. രണ്ടാം ഭാഗം എൻ്റെ സംഭാവനയാണ്. അത് നേരെ കാഴ്ചപ്പാടുകൾ ശരിയായി ചെയ്തതാണ്. ഒരു പുതിയ മലയാള സിനിമ ഇറങ്ങുന്നു. അജു വർഗീസ് നായകനെ അതിനകത്ത് എൻ്റെ ഒരു പ്രസംഗം പ്രിയമാനിയെ കുറിച്ചുള്ള പ്രസംഗമാണ് 1.5 മിനിറ്റ് ആ സിനിമയിൽ എടുത്ത് കാണിക്കുകയാണ്. കാരണം ഇന്ന് മനുഷ്യൻ ഏറ്റവും ശ്രദ്ധിക്കുന്നത് കുടുംബത്തിന് വിധേയമാണ്. അവിടെയാണ് പറയുക സ്നേഹത്തിൻ്റെ ദാമ്പത്യം, 2 കരുണയുടെ ദാമ്പത്യം, 3 വിശ്വാസത്തിൻ്റെ ദാമ്പത്യം, 4 കുടുംബത്തിൻ്റെ പ്രത്യേകത, കുടുംബം സാമീപ്യത്തിൻ്റെ ദാമ്പത്യം. കുടുംബത്തിൽ ഒരു സാമീപ്യം വേണം. എന്താ സാമീപ്യം? എത്ര തിരക്കൊഴിലും ഭാര്യയോട് ഭർത്താവിന് പറയാൻ ഒരു 10-15 മിനിറ്റ് ഭർത്താവ് കണ്ടെത്തണം. ഭർത്താവിനോട് ഇരിക്കാൻ ഭാര്യ സമയം കണ്ടെത്തണം. സാമീപ്യം. 3 സാമീപ്യങ്ങൾ കുടുംബത്തിൽ വേണം. ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. എന്താ ശാരീരിക സാമീപ്യം? ഒരിക്കലും പിണങ്ങി 2 മുറികളിൽ ദമ്പതികൾ മസിൽ പിടിച്ച് കിടക്കരുത്. ചില ആണുകൾ ഭാര്യ രക്ഷപ്പെടാറില്ലേ? രാജസ്ഥാൻമാരുടെ മത്സ്യം പോലെ മസിൽ പിടിച്ചത് അവതരിക്കരുത്. പ്രായപൂർത്തിയായ മക്കളെ പറ്റി കാണുന്നത് ഒരു മുറി കയറുക, കുറ്റിയുടെ കൈക്കടിക്കുക, നടക്കുന്ന കസേരയോ മേശയോ ഒക്കെ പിടിച്ചു വെച്ചു കൊടുക്കുക. എങ്കിലും ഒരു മുറിക്കകത്തെ താമസിക്കാവൂ. ശാരീരിക സാമീപ്യം. കാരണം ശരീരം അകന്നാൽ പിന്നീട് ഭാര്യയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭർത്താവ് പിടിക്കും, ഭർത്താവില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാര്യ പിടിക്കും. എന്നും കാണുന്നവരെ കണ്ണിലെ പ്രയാസമാണ്. കാണാതെ ചാട്ടാച്ചെന്ന് ധർമ്മക്കാരൻ പോലും സ്ഥിരം വീട്ടിലെ ധർമ്മക്കാരനെ കണ്ടില്ലെങ്കിൽ പെണ്ണുവിന്റെ നാട് വലിയ സങ്കടമാണ്. ഈ അപ്പാപ്പൻ എവിടെ പോയി? കൈക്കാശ് നഷ്ടമാക്കി ഇനി പോലും കണ്ടില്ലല്ലോ എന്നൊരു ചിന്ത. ഒരു ധർമ്മക്കാരൻ അപ്പാപ്പൻ 65 വയസ്സ് എന്നും വീട്ടിൽ വരും. മുതലാളി കുറച്ചും എല്ലാ ശനിയാഴ്ചയും 20 രൂപ കൊടുക്കും. പിന്നെ 3 മാസം ഇയാളെ കണ്ടില്ല. ഇവർക്ക് സംഘടിച്ച ചത്തോ ഇല്ലയോ, എവിടെ പോയി? ധർമ്മക്കാരൻ എവിടെ തപ്പാന്? 3 മാസം ഒരു ദിവസം ഈ മുതലാളി കൊച്ചമ്മ 50 വയസ്സുകാരി കുളിമുറി സോപ്പ് തേച്ച് വരച്ച് തരഞ്ഞിട്ട് കുടിച്ച് കുടിക്കുമ്പോൾ പോളിംഗ് ബെൽ അടിക്കും. ഗ്ലാസുകൾ തുടങ്ങിയപ്പോൾ അപ്പാപ്പം വന്നിരിക്കുന്നു. 3 മാസം കൂടി ഈ കുടുംബനാഥ 50 രൂപ കൂടി കൊടുത്തിട്ട് ചോദിച്ചു, എവിടെ പോയിരിക്കായിരുന്നു? 3 മാസം മരിച്ചു പോയെന്നുണ്ട്, കാണുന്നില്ലായിരുന്നല്ലോ. അവിടെ പറഞ്ഞു, കൊച്ചമ്മ ഇയാൾക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്ത ആളാണ്, ഇതേ വേഷത്തിൽ ഇയാൾ കാണുകയല്ലോ, കുടിച്ച വേഷത്തിലാണ് വരുന്നത്. ഇതുപോലെ കൊച്ചമ്മ കണ്ണ് ഓപ്പറേഷനായിരുന്നു, ബുധനാഴ്ചയാണ് കാഴ്ച കിട്ടിയത്. ശരീരം അകന്നിരുന്നാൽ അയാൾ മനസ്സ് തകരാൻ തുടങ്ങും. ശരീരം അകരുമ്പോൾ മനസ്സ് തകരാൻ തുടങ്ങും. അപ്പോൾ ശാരീരിക സാമീപ്യം ആക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്ന 15 മിനിറ്റ് ദമ്പതിമാർ ആടിത്തിരുന്ന് കൊച്ചു വർത്താനം പറയും. ഒരു സ്ഥലത്ത് ഞാൻ റിഹേഴ്സലിന് വേണ്ടിയൊക്കെ 15 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് ലക്ഷ്യമില്ലാതെ മതി. കല്യാണം കഴിഞ്ഞ് 17 വർഷമായി. ഇയാൾ സദ്യ 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. എന്താ 3 അടി? സദ്യ 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി, ഈ 3 അടി. ഇവിടെയാണ് പറയുക ശാരീരിക സാമീപ്യം. ശരീരം അടുത്തിരിക്കണം. 2 മാനസിക സാമീപ്യം. വടക്ക് നോക്കിയതെന്ന് ജോലി വടക്കോടുന്നതുപോലെ ഒരു ഭർത്താവിൻ്റെ മനസ്സെപ്പോഴും ഭാര്യയിലേക്ക് തിരിയണം, ഭാര്യയുടെ മനസ്സെപ്പോഴും ഭർത്താവിലേക്ക് തിരിയണം. മാനസിക സാമീപ്യം. 3 ആത്മീയ സാമീപ്യം. ഭർത്താവിനെ ഓർത്ത് ഭാര്യ പ്രാർത്ഥിക്കണം, ഭാര്യ ഓർത്ത് ഭർത്താവ് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പള്ളിയിൽ പോകണം, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം, ഒരുമിച്ച് ധ്യാനം കൊടുക്കണം. ഇതാണ് ആത്മീയ സാമീപ്യം. ഈ 3 സാമീപ്യങ്ങൾ നിങ്ങൾ പരസ്പരം കൊടുക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ നിന്നും ഒരു തരംഗം ഉയരും. ആ തരംഗത്തിൻ്റെ പേരാണ് തെരപ്പതി. അമ്മയ്ക്കും കുഞ്ഞിനുള്ളിൽ തെരപ്പതിയുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു തലവേദനയോ പനിയോ വന്നു. 10 ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത്, മോനൊരു ക്ഷീണമായിരുന്നു, അമ്മയ്ക്ക് തലവേദനയും പനിയും. 100 മൈൽ ദൂരെയിരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും 100 മൈൽ അകലെയിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റും തെരപ്പതി. സ്നേഹത്തിൻ്റെ തെരപ്പതി. ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ വീട് വയ്ക്കും, ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് ബോധമൊക്കെ വീഴും. സ്നേഹത്തിൻ്റെ തെരപ്പതി. ഇപ്പോൾ കുടുംബം സ്നേഹത്തിൻ്റെ ദാമ്പത്യം, കരുണയുടെ ദാമ്പത്യം, വിശ്വാസത്തിൻ്റെ ദാമ്പത്യം, സാമീപ്യത്തിൻ്റെ ദാമ്പത്യം. 5 സമൃദ്ധിയുടെ ദാമ്പത്യം. കുടുംബത്തിൽ സമൃദ്ധി വേണം. ഈ തൃപ്തി എന്ന് പറയുന്നത് ഭൂമിയിൽ ആരും മുഴുവനായി തൃപ്തിയാണ്. തൃപ്തി എപ്പോഴും കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സംതൃപ്തി.
അത് മൊത്തം തൃപ്തിയില്ല, കുറച്ചേ ഉള്ളൂ. ഇതിന്റെ ഈ സംതൃപ്തി കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടാവണം. ഓരോ രാത്രി ഉറങ്ങാൻ മുതലുമ്പോ അന്നുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു തീർക്കണം, ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു തീർക്കണം. ഒരു സ്ത്രീ പറഞ്ഞ എൻ്റെ അച്ഛൻ കേട്ടിനെ കാണുമ്പോൾ ഒരു തൊഴിൽ കൊടുക്കണം. അതന്നായിട്ട് ചോദിച്ചു. ആദ്യ രാത്രി മുട്ടി ഉരുട്ടി കൊച്ചു ഭർത്താവിനോട് കേട്ടാൻ നോക്കണം. രാത്രി 12 ഇത് ഞാൻ ചാടി എഴുതി ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാണ്? ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ കെട്ടിക്കൊണ്ടിരുന്നത്? ഞാനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹം ഒരുക്കി അച്ഛൻ പറഞ്ഞായിരുന്നു, വിഷയം തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങളുണ്ടാക്കി ഒരു വലിയ ആരംഭിക്കരുത്. അവിടെ നിലവിനോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം ഇത്രയും വലിയ വിഷയമാവും ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. ഇപ്പം സംസാരിക്കുന്ന കുടുംബത്തിൽ ഒരു വഴിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ വികാരിച്ചു പറഞ്ഞു, ഒരു ഭർത്താവും ഭാര്യയോട് കണക്കമാണ്. അച്ഛനവരെ ഇണക്കിയിട്ട് ഞാൻ ചെയ്യുന്നു. ഭർത്താവിന് 40 വയസ്സ്, ഭാര്യയ്ക്ക് 35 വയസ്സ്. 2 പേര് തമ്മിൽ മിണ്ടി 6 വയസ്സുള്ള പെൺകുട്ടി അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണമുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന അപ്പം പറയും, എനിക്ക് കുടിക്കണം വെള്ളം ചൂടായോ. പക്ഷെ മമ്മി പപ്പായി കുടിക്കണം വെള്ളം ചൂടായോ. തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഒഴിച്ചേച്ച് പാത്രം, തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഒഴിച്ചേച്ച് പാത്രം. പുളി കഴിഞ്ഞ് ഓർത്തിട്ട് എനിക്ക് വെച്ചിരുന്ന കാപ്പിയായോ. മമ്മി പപ്പായ്ക്ക് വെച്ചിരുന്ന കാപ്പിയായോ. ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ജയിച്ചേച്ച് പാത്രം, ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ജയിച്ചേച്ച് പാത്രം. ഞാൻ എന്നാ ചേച്ചി പ്രശ്നം? ചേച്ചി പറഞ്ഞു, പ്രശ്നം വേണ്ട. 1 സന്ധ്യമണി അടിക്കുമ്പോൾ പണി അടിക്കുമ്പോൾ കെട്ടിയവൻ വീട്ടിൽ വേണം. 2 കുടിച്ചിട്ട് വന്നു വേഗം കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നു. ഒരു ഭാര്യ ന്യായമായുള്ള ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ ചേച്ചി ഇത് 2 ആ ചേച്ചി പറയും. വെച്ചാൽ സന്ധ്യമണി 5 മണിക്ക് വന്നേക്കാം, കോപ്പയ്ക്ക് 2 മണി പോലും കുടിക്കാതിരുന്നേക്കാം. എനിക്ക് നല്ല അപ്പനായി ഭർത്താവായി ഇനിയും ജീവിക്കണമെന്നുണ്ട്. അച്ഛൻ ദൈവം തമ്പരാനുണ്ട്, അവളെ കൊണ്ട് 2 കാര്യം ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യിപ്പിക്കണം? അച്ഛനോട് പറയാം, ഒരേ തമ്പരാനെ ഓർത്ത് അവൾ ഇട്ടിരിക്കുന്ന നൈറ്റി 15 ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് അരക്കാൻ പറയാം. ശനിയാഴ്ചയിലും നല്ല മണമുള്ള സോപ്പ് വെച്ച് ഒന്ന് കുളിക്കാൻ പറയാം. ഇന്ന് സോപ്പ് വെച്ച് വിട്ടാൽ സോപ്പില് എല്ലാം മീനും ചത്തു പോകും. നൈറ്റിയിൽ മത്തിയുടെ ഉടുപ്പ്, അരയുടെ വാഴ, ഇഞ്ചിയുടെ വിത്ത്, മുളകിൻ്റെ ഇരിപ്പ്, സവോള കുടുംബം മഴക്കാൻ വേണ്ടി വെച്ചാൽ പറഞ്ഞില്ലാത്ത കാര്യങ്ങൾ തകർച്ചയിലേക്ക് വരും. ഇത് ഞാൻ പറയുക, കുടുംബത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാകാൻ പറയുക, മനസ്സിലാക്കുക, പറഞ്ഞു തരിക. 6 സുരക്ഷിതത്വത്തിന്റെ ദാമ്പത്യം, സെക്യൂരിറ്റിയുടെ ദാമ്പത്യം, സുരക്ഷിതത്വമുള്ള ദാമ്പത്യം. പുരുഷൻ മാതാപിതാക്കൾക്ക് ഭാര്യയോട് ചെയ്യും. എഫേസ്യസ് 5:22 വാക്യം. കാരണം പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ പിന്നെ കണ്ടല്ലോ ഒന്നാവും. ഇതൊരു മഹാരഹസ്യമാണ്, ഒരു മഹാരഹസ്യം. ഒരു വഴിയിൽ കല്യാണത്തിന് കപ്പ്യാരി ഭാവം വഹിച്ചു, അല്പം സ്പീഡ് കൂടിപ്പോയി. അവ വായിച്ചത് ഇങ്ങനെയാണ്: ഈ കാലത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ വിളിച്ച് അവരുടെ കണ്ടല്ലോ ഒന്നാവും. ഇതൊരു മഹാരസമാണ്, രഹസ്യവും ഒരു മഹാരസവുമാണ്, ഒരു മഹാരസം. 25 വർഷം വളർത്തിയ അപ്പനെ അമ്മയും പെണ്ണുമാണ് അവരോട് ജീവിക്കും. സുരക്ഷിതത്വം കൊടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, പള്ളിപ്പാൻ ഫ്രീഡം, ഇതൊക്കെ ഭർത്താവ് കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് സെക്യൂരിറ്റി ഫീലിംഗ്. ഭാര്യ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, തുണി അരിഞ്ഞു കൊടുക്കുന്നു, അരിഞ്ഞു കൊടുക്കുന്നു, ഉച്ചയുടെ ഭക്ഷണം പാചകം ചെയ്യുന്നു, നോക്കി കണ്ടും പാഴച്ചേര വിളിക്കുന്നു, അവൾ കൊടുക്കുന്നു. സുരക്ഷിതത്വ ബോധമാണ്. നഷ്ടപ്പെട്ടത് വർത്തമാനത്തിലൊക്കെ സുരക്ഷിതത്വ ബോധം കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാ പറഞ്ഞാലും എപ്പോൾ എത്ര ആലോചിച്ച ഈ കാലമാനാണല്ലോ വന്നത്, എത്ര ഒഴിയുക ഈ കുടുംബനാരമാണല്ലോ കിട്ടിയത്. സുരക്ഷിതത്വം പോയി. മക്കളുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിലും ഭാര്യയെ ഭർത്താവ് കുറ്റം പറഞ്ഞാൽ അവർ നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ്. മക്കളുടെ മുമ്പിൽ, ജോലിക്കാരുടെ മുമ്പിലും ഭർത്താവിനെ ഭാര്യ ആക്കി പറഞ്ഞാൽ അവന് നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ്. എന്ത് തെറ്റ് ഭർത്താവിനുള്ളിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിന്റെ പക്ഷം പിടിക്കണം, ഒറ്റയ്ക്ക് ഭർത്താവിനെ തിരുത്താവും. എന്ത് തെറ്റ് ഭാര്യയ്ക്കുള്ളിലും മക്കളുടെ മുമ്പിൽ ഭാര്യയുടെ പക്ഷം പിടിക്കണം, ഒറ്റയ്ക്ക് ഭാര്യയെ തിരുത്താവും. ഇതാണ് സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന രീതി. സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന രീതി. വാക്ക് ശ്രദ്ധിക്കണം. ഭർത്താവ് നീല പാൻസ്, ചുവന്ന ഷർട്ടിട്ടു, മഞ്ഞ മക്കളും കട്ടിച്ചു. ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്നെ കണ്ടാൽ? പ്രതീക്ഷ മറുപടി, ഷാരുഖ് ഖാനെ പോലെ ഇരിക്കുന്നു. അവളുടെ എഴുത്തടുത്തവർ കേരളമായിരിക്കുന്നു.
റെയിൽവേയിൽ ചടങ്ങി നോക്കുന്ന പോട്ടറെ കൊണ്ട് അവൻ അയച്ചുകൊണ്ട് സത്യമായി അത് തന്നെ പറയണം. 22 വർഷമായിട്ട് ഒരു മുടിഞ്ഞ അരികിനെ ഞാൻ ചോദിച്ചിരിക്കുകയല്ലേ, നീ തന്നെ വേണം ഇത് പറയാനായിട്ട്. സുരക്ഷിതത്വം നിന്നു. ഭർത്താവ് ഭാര്യ ഒരാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച പള്ളി പോകാൻ വേണ്ടി ഭാര്യ വിടുന്നു. ഭർത്താവ് ചോദിച്ചു, നീ പള്ളി പോകാൻ വേണ്ടി അല്ല നരത്തിൽ പോവാം, സമൂഹത്തിൽ പോയിരുന്നു. അവൻ അയച്ചുകൊണ്ട് നേടി എനിക്ക് നല്ല തിരക്ക. അവിടെ ചെല്ലുമ്പം നിന്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറയുകയാണ്. അപ്പൊ സുരക്ഷിതത്വം ഇഷ്ടപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നത്, പരസ്പരം ബലപ്പെടുത്തുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന സംഭാഷണങ്ങൾ കൊണ്ടുവരിക. ഇപ്പൊ കുടുംബം സുരക്ഷിതത്വ ബോധത്തിന്റെ ദാമ്പത്യം എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി രീതിയിലെ ദാമ്പത്യം. വീട് സമാധാനത്തിന്റെ ദാമ്പത്യം. സമാധാനത്തിന്റെ ദാമ്പത്യം. എന്താ സമാധാനം? ഭാര്യാഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ പരസ്പരം സമാധാനം വേണം. ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സമാധാനം ഭാര്യയുടെ, ഭാര്യയുടെയും ഭാര്യാഭർത്താവിൻ്റെയും സമാധാനം ഭർത്താവ് നശിപ്പിക്കരുത്. നാട്ടിൽ വലിയ SIA നടത്തുന്ന ആളും വീട്ടിൽ ചെല്ലുമ്പം സമാധാനം തിരിച്ചുകൊണ്ടു. ഒരു വഴി ഞാൻ ന്യായിപ്പിക്കുക. വ്യാഴാഴ്ച ധ്യാനങ്ങൾ, ശനി ഞായർ പയ്യ തിരുനാൾ, റിമിക്കൊന്നിൻ്റെ ഗാനമേളയാണ് അവിടെയുള്ളത്. അപ്പം അതുകൊണ്ട് പിള്ളേർ ചുമാറും തുള്ളി ചാടും. അതുകൊണ്ട് SI 40 ആളുകളെ വോളണ്ടിയേഴ്സിനെ പരിശീലനം കൊടുക്കുക. ഇടതുപോലെ ഇങ്ങനെ മര്യാദ കൊടുക്കാം. ഇതാണ് പരിശീലനം. എല്ലാം വേണ്ടി 10 കഞ്ഞുകൂടി ഊടും കഴിഞ്ഞ് ഞങ്ങൾ പോരുക. ഈ SI എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആൻ്റെ സെൽഫി എടുത്തു. ഞാൻ പറയും, പോലീസുകാർ അസൈൻമെന്റ് സെൽഫി എടുക്കുന്നത് ആദ്യമായിട്ടാണ് ചെറുപ്പക്കാർ പിള്ളേരിൽ നിർത്തി എടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛാ SI കാണാൻ വേണ്ടിയൊന്നുമല്ല, SI സ്റ്റേഷനില്ല. 11 കഴിഞ്ഞ് പിടിച്ചാൽ അവിടെ ചോദിക്കും, ഞാൻ വായ്പ ചോദിക്കുകയായിരുന്നു. അച്ഛനെ അവർക്ക് ഇഷ്ടമാണ്, ശാലമേ കണ്ടുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി എഴുതുന്ന വെച്ചാൽ ഏത് SI ആണ് വീട്ടിൽ ചെല്ലും ചുരുങ്ങി പോകും. പണ്ട് സമാധാനം തകർക്കുന്നത് അമ്മായിമ്മ മരുമകൾ ബഹളങ്ങളായി. അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ ഞാൻ വരയ്ക്കുക. കാരണം മരുമകൾ ചിക്കാവുകയും അമ്മായിയമ്മ അങ്ങ് പാരായണമാണെങ്കിൽ എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ തീർന്നത് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഒരു പെൺകുട്ടി TV സിനിമയിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ ശ്രോതാക്കൾ നോക്കിയിരിക്കും. പെട്ടെന്ന് മേശപ്പെട്ട ടെലിഫോൺ അടിച്ചു, ഹലോ ആരാണ്? ഉഷ. എവിടെ ഉഷ ആൻറ്റി? അബുദാബി. എന്നാണ് വിശേഷം? ഇപ്പം അവിടെ മറുപടി, കോട്ടയത്ത് എൻ്റെ അമ്മായിയുടെ 76ാം ബർത്ത്ഡേയാണ്. ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. കോട്ടയം പ്രിയ ശ്രോതാക്കളെ, കോട്ടയത്തിൻ്റെ അമ്മായിക്ക് വേണ്ടി അബുദാബിയിലെ ഉഷ ആൻറ്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഏത് പാട്ടാണ് വെക്കേണ്ടത്? രാക്ഷസി രാക്ഷസി. ഇവിടെയാണ് സമാധാനം സ്ഥാപിക്കുക. അതില്ലാതാകരുത്, അത് നേടാനായിട്ട് പോകുന്നത്. 8 വിജ്ഞാനത്തിന്റെ ദാമ്പത്യം. 8 വിജ്ഞാനത്തിന്റെ ദാമ്പത്യം. എന്താണ് വിജ്ഞാനം? വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് അറിവ് വേണം, ഭാര്യയെ കുറിച്ച് ഭർത്താവിന് അറിവ് വേണം. ഇന്ന് മലയാളികൾ വായിക്കുന്ന എൻ്റെ ഒരു കോളമാണ് വനിതയിൽ എഴുതുന്ന CV-യിൽ ഇടയ്ക്ക് ഞാൻ എഴുതുന്ന ഒരു ഭാഗം. കഴിഞ്ഞ വർഷം മലയാളം വിറ്റ 7 പേർ പറഞ്ഞ പുസ്തകം ഞാൻ എഴുതിയ ഇണയും തുണി. രണ്ടാമത്തേത് എനിക്കും നിനക്കും. ജാതിമത ഭേദമന്യേ അനേകം കോപ്പികൾ വെച്ച് വായിക്കുന്നത് കുടുംബത്തിൻ്റെ അറിവ് കിട്ടാൻ വേണ്ടി. ഭർത്താവിനെ ഭാര്യ അറിയണം, ഭാര്യയെ ഭർത്താവ് അറിയണം. ഭർത്താവ് പരിണാമ സിദ്ധാന്ത പ്രകാരം ഭർത്താവ് പരിണമിക്കുന്നത് ഹണ്ടലിൽ നിന്നാണ്, വേട്ടക്കാരനിൽ നിന്നാണ്. പരിണാമ സിദ്ധാന്തം ഉണ്ടാവില്ലായിരുന്നു ഒരു സത്യമാണ്. പുരുഷന്റെ പരിണാമം വേട്ടക്കാരിൽ നിന്നും, സ്ത്രീയുടെ പരിണാമം അടുക്കളക്കാരിൽ നിന്നും. ഇതാണ് വ്യത്യാസം. വേട്ടക്കാരൻ അധികം പിടിക്കുക, തോക്കും പിടിച്ച് അമ്പും പിടിച്ച് കുന്നും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കും, അധികം വർത്താനം പറയുക. ആണുങ്ങൾ ഒത്തിരി മുന്നിയാണ്. ചില ആണുകൾ ഒന്ന് മൂടുന്നത് തന്നെ പ്രായമുള്ള അമ്മച്ചിമാരി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞെട്ടി മുക്കി മൂടും 100 സ്നേഹക്കുറവല്ല, അവർ വേട്ടക്കാരന് അങ്ങനെ ഇരിക്കുള്ളൂ. ചില ആണുങ്ങൾ ഭാര്യ പിണങ്ങി നമുക്ക് അറിയാൻ. ഒരു സ്ത്രീ 10 ദിവസം പിണങ്ങി, അവരുടെ അനുഭവം ഭാര്യ ഒരു മനുഷ്യൻ 10 ദിവസം ഞാൻ പിണങ്ങി ഇടും, തനിക്ക് ഇവരൊന്നും പറയാനില്ല. നീ പിണങ്ങിയിരിക്കായിരുന്നു. ചില ആൾ അർത്ഥമേ പറയും അത് കടുപ്പത്തിൽ. ഒരിക്കൽ 3 ആഴ്ച പിണങ്ങിയിരുന്നു, ഒരു പിരിഞ്ഞിട്ട് വെള്ളം മടുത്തിട്ട് മുടി പിഞ്ഞി മുന്നോട്ട് കൂടി പരിമളം പറഞ്ഞ്
സ്ഥലങ്ങൾ ആവശ്യത്തിൽ മിനിസോട്ട് സാരി കൊടുത്ത് അവരിവിടെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർ തിരിഞ്ഞു നോക്കി, ഒരു മനുഷ്യ ഞാനിതിൽ ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ല. എന്നാ തോന്നാനായി മുള്ളുകുഞ്ഞിക്ക് പൂത്തെന്നും പറഞ്ഞ് അവൻ വേട്ടക്കാരനാണ്, അവൻ ഹണ്ടറാണ്, അറിവും സ്ത്രീയോ അടുക്കളക്കാരിയാണ്. അവൾ വർത്താനം പറഞ്ഞിരിക്കും. അവൾ സ്ത്രീ വർത്തമാനം പറയുന്നു പറഞ്ഞു ആണെന്ന് പരിഗണിക്കാൻ വെളിയിൽ ഇഷ്ടംപോലെ വർത്താനം പറയുന്നതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇനി വർത്തമാനം പറഞ്ഞ് തീർന്നില്ല പകരം കുടിശ്ശിക രാത്രി ഉറക്കത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ വിജയകരമാണ്. സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കാൻ പറ്റിയ നാല് ഘട്ടത്തിലെ അമ്മച്ചിമാർ കോഴിയെ വിളിക്കാൻ തുടങ്ങിയാൽ കോഴി എത്ര നേരം വിളിക്കും. അപ്പോൾ തന്നെ ഓർക്കുക, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വർത്താനം പറയും. വെള്ളയും അടിച്ചു വാരുമ്പോഴും തുണി പിടിയുമ്പോഴും കറി വെക്കുമ്പോഴും കടുവ് പൊട്ടിക്കുമ്പോഴും സവോള മൂപ്പിക്കുമ്പോഴും ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പരിണാമത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അവളെ അവൻ മനസ്സിലാക്കുക, അവനെ അവൻ മനസ്സിലാക്കുക. വിജ്ഞാനത്തിന്റെ താല്പര്യം. 9 ജീവിതത്തിൽ 9ാമത്തെ പ്രാർത്ഥനയുടെ ദാമ്പത്യം. കുടുംബത്തിൽ ഒരു പ്രാർത്ഥനാന്തരീക്ഷം വേണം. പ്രത്യേകിച്ച് ഓർക്കുക, ഭർത്താവും ഭാര്യയും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഭാര്യയും മക്കളും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ താക്കോൽ എടുക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് വേണ്ടി കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഭാര്യ അടുക്കളയിൽ ജോലിക്ക് പോകും, ഭർത്താവ് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മോനെയോ മോളെയോ കല്യാണം നടത്തുന്നില്ലേ, ഒത്തിരി പ്രായമായി നടത്തുന്നില്ലേ, ഉറങ്ങി കിടക്കുമ്പോൾ അവനെ മുട്ടുകുത്തി കാര്യങ്ങൾ വീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നമ്മൾ മണിക്കരുത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. അതെപ്പോൾ നോക്കുള്ള കുടുംബം പ്രാർത്ഥനയിൽ ഒരു കുടുംബം. ഈ ലോകത്ത് എല്ലാ ദ്രാവകവും ഭൂമിയിൽ വീഴും. പാല്, തേന്, വെള്ളം, എണ്ണ. പക്ഷേ ഭൂമിയിൽ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ. മുമ്പ് പ്രസവിച്ച അമ്മയുടെ കണ്ണുനീരാണ്. ഇതൊരിക്കലും ഭൂമിയിൽ പതിക്കുകയല്ല, തമ്പുരാൻ എടുക്കുന്നു. ഇതിൽ ഓരോരുത്തരുടെ കണ്ണുനീരും ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം നുള്ളിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദാമ്പത്യം. തമ്പുരാൻ എല്ലാ പ്രാർത്ഥനയും ഞാൻ ഒരു ദൈവത്തിൻ്റെ കാര്യം ഉറങ്ങാൻ പറ്റും. ദൈവത്തിന് ഈ ലോകം സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അമേരിക്ക ദൈവം ഉറങ്ങും, ഇന്ത്യക്കാരൊന്നും ചെയ്തില്ല. ഞാൻ ഉറങ്ങാൻ പറ്റിയാണ്. തമ്പുരാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ് ദൈവം. ഏത് സമയം ഞങ്ങൾ കട്ടപ്പനക്കാർ പാട്ടിക്കും മഴ തന്നെ ഇടിയ ജലം തരണേ. കുട്ടനാട്ടുകാർ പാട്ടിക്കും മഴയല്ലേ വെള്ളയില്ലേ വെള്ളപ്പൊക്കി മൊത്തം മുങ്ങിപ്പോവും. ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ വയറ്റിൽ ഓപ്പറേഷൻ കുഴലിൽ അവന് പേടി. അവൻ എൻ്റെ അപ്പ എന്നെ തിയേറ്ററിൽ കയറ്റുമ്പം അപ്പം തിയേറ്ററിന് പുറത്തുനിന്ന് കൈ പിടിച്ച് പ്രാർത്ഥിച്ചോണം. എനിക്ക് ധൈര്യം കിട്ടാൻ ഡോക്ടർ തെറ്റ് വെക്കാതിരിക്കാൻ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കും. നോക്കുമ്പോൾ അപ്പുറത്ത് പ്രായമുള്ള മറ്റൊരു ചേട്ടൻ കൈ പിടിച്ച് പ്രാർത്ഥിക്കും. ആ ചേട്ടൻ ചോദിച്ചു, ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോൻ്റെ ഓപ്പറേഷന് അവന് അപകടം പറ്റാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇയാൾ ചോദിച്ചു, താൻ തന്നെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ അല്ലേ? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വയ്ക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ദൈവം കേട്ടതാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ദാമ്പത്യം. അവസാനമായി 10 വീണ്ടെടുപ്പിൻ്റെ ദാമ്പത്യം. വീണ്ടെടുപ്പ് 1 കൊരിന്ത്യർ 7:14. ഒരു ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിക്കണം. ഒരു ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം. എല്ലാം തന്നെ പുരുഷനെയല്ല ഒരു സ്ത്രീക്ക് കൊടുത്തത്. എല്ലാം തന്നെ പെണ്ണിനെയല്ല ഒരു പുരുഷന് കൊടുത്തത്. എല്ലാം തന്നെ വ്യക്തിയായിട്ടല്ലല്ലോ നമ്മൾ ജനിക്കുക. ഒരു മനുഷ്യക്കുഞ്ഞ് അമ്മയുടെ വയസ്സിൽ 4 വർഷമാണ് കിടക്കേണ്ടത്. ഈ 4 വർഷം വലിയ കഷ്ടമാണ്. 10ാം മാസം ദൈവം പുറത്തേക്ക് തള്ളി വിടുന്നതാണ്. 4 വർഷക്കാരൻ 4 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞ് നടക്കാനും കഴിക്കാനും അല്പം ക്ഷയിക്കാനും മൊയലിന് ഉടനെ കണ്ണു തുറക്കും. ആട്ടുകുഞ്ഞ് ചാടി എഴുന്നേറ്റ് പോയി പശുക്കിടാവ് കൂടും. മനുഷ്യക്കുഞ്ഞ് ഒറ്റ കിടത്തല്ലേ. ആ കുറവ് ഇന്നും ഭർത്താവിൻ്റെ കുറ്റം ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ അല്പം അവൾ കഴിയില്ലെന്നാണ്.
അവരുടെ കുറവ് പരിഹരിക്കാനാണ് ഒരു പെണ്ണിനെ ഏൽപ്പിച്ചത്. ഭാര്യ കുറ്റം ബലന്മാർ പറഞ്ഞതിനർത്ഥം അവർ കഴികെട്ടാണ്. അവരുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ചില കുറവുകൾ പരിഹരിക്കണം. ആണുങ്ങൾക്ക് പ്രാർത്ഥന അത് ബോറാണ്. ആണുങ്ങളുടെ സൈക്കോളജി അത് മടുപ്പാണ്. പുറത്തു പോയി തിരിച്ചു വരുന്ന ഭർത്താവിന് ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു നോക്കി ഇലക്ഷ ഒന്നുകൂടി ചിക്കാഗോയിൽ ഒരു തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ പ്രാർത്ഥന കുറവ് ഭാര്യയാണ് പരിഹരിക്കേണ്ടത്. ഭാര്യ പരിഹരിക്കണം. ഭാര്യയ്ക്ക് മനക്കെട്ടി കുറവാണ്. ആ മനക്കെട്ടി കുറവ് ഭർത്താവ് പരിഹരിക്കണം. സഹനശക്തി ആണുങ്ങൾക്ക് കുറവും പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നു ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നു സുനാമി, നെറ്റിവേദന വന്നു ഭൂമിയുദ്ധം. ഭാര്യ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ നല്ല അമിച്ചമാരോ തലച്ചോറിൽ പഠിപ്പ എന്നാലും പറയും ഒരുപാട് കുറിച്ചറിയാനും തലവേദന പോകുന്നു. കൂടുതൽ പെട്ടുകൊണ്ട് മല്ലികാർ കുറിച്ചറിയാം വൈദ്യ കൂടുതൽ പോകും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങളുടെ അവതരിക്കുന്നത്. തമിഴാനറിയാം ഇത് ആണിന്റെ വകുപ്പാണ്. ഒറ്റ പ്രസവം രോഗാവസാനം. ഇനി പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛ എന്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പോൾ എന്തൊരു വേദനയായിരുന്നു, ഇത്രയും കഷ്ടപ്പാടാണ് നോക്കാൻ ഇനി പരിപാടിയില്ല. ഞാൻ ഓർത്തു ഇനി കുഞ്ഞുങ്ങളും വേണ്ട. പക്ഷെ എന്റെ ഇനിയൊരു കൊച്ചു വേണമെന്നുള്ള തീരുമാനം ശരിയാണോ തെറ്റാണോ, തെറ്റാണോ ശരിയാണ്. ദൈവത്തോട് 11 പ്രാവശ്യം ആരാധന ചോദിച്ചു. അങ്ങനെ ആരാധന ചോദിച്ച് ഞാൻ 12 മക്കളെ അങ്ങനെ ഒരാളുടെ കുറവ് മറ്റയാളെ പരിഹരിക്കുന്നു. ആ രീതിയിലാണ് ചിന്തകളെ അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടി വിവാഹം ഒരു ചോദ്യം. പല പ്രായക്കാരും പല ജോലികളും ഒരുമിച്ച് ഒരു ചോദ്യം, എന്തിനു വേണ്ടി വിവാഹം? ഒരടുപ്പിന് പറഞ്ഞു നിയമസാധനയുള്ള ഉടമ്പടിയാണ് വിവാഹം. ഒരു ഡോക്ടർ പറഞ്ഞു ചൂടിൽ ആരംഭിച്ച് തണുപ്പിൽ അവസാനിക്കുന്ന തരതിരിഞ്ഞ പണിയാണ് വിവാഹം. ഒരു കച്ചവടക്കാരൻ പറഞ്ഞു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ഊഹക്കച്ചവടമാണ് വിവാഹം. ഒരു എട്ടിപ്പടിക്കുന്ന കുട്ടി പറഞ്ഞു വിവാഹം കടങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. ആരാണ് പറഞ്ഞത്? എൻ്റെ അമ്മ. അതെന്താ? എൻ്റെ അപ്പൻ അമ്മയെ കെട്ടുമ്പോൾ മുടിഞ്ഞ കട പറഞ്ഞു. അമ്മയുടെ കാശ് കൊണ്ടാണ് അത് മൊത്തം വീട്ടിയത്. കടകളുടെ മോചനത്തിന് വേണ്ടിയാണ് വിവാഹം. എന്തിനു വേണ്ടിയാണ് വിവാഹം എന്നുള്ളതാണ്. വിവാഹത്തിൽ അടിസ്ഥാന ലക്ഷ്യം മക്കളുടെ ജന്മമല്ല. 2ാം സ്ഥാനം വേണം. 1ാം സ്ഥാനം ഫ്രണ്ട്ഷിപ്പാണ്. ആഴത്തിന് ചേർന്ന് ഇണം തക്കതായ ഗുണം സഹിതമാണ് പ്രധാനപ്പെട്ടത്. ഭാര്യ ഉള്ളപ്പം വലിയവൻ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞു പറയും. പക്ഷെ ഭാര്യ മരിച്ചാൽ ഒരു വട്ടി പിടിച്ചതുപോലെ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഭാര്യ ആദ്യം മരിച്ചിട്ട് ഭർത്താവ് പിന്നീട് മരിക്കുന്നതാണ്. ഏറ്റവും വലിയ ഭാഗ്യം കെട്ടിയവൻ ആദ്യം മരിച്ചിട്ട് ഭാര്യ പിന്നീട് മരിക്കുന്നതാണ്. കാരണം പെണ്ണുങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥനയും സാഹചര്യം പിടിച്ചിരിക്കാൻ പറ്റും. ആണുങ്ങൾക്കില്ല. ഭാര്യ മരിച്ചാൽ പ്രാന്തി പിടിച്ചതുപോലെ. അതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ ഭാര്യയും അച്ഛൻ്റെ ചെറിയ ധ്യാനത്തിന് ശേഷം ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കുകയാണ്. ആ ഒറ്റ പ്രാർത്ഥിച്ചേക്ക് കെട്ടിയൊക്കെ പ്രാർത്ഥിച്ചേക്ക് രാത്രി കിടക്കാതെ തുടങ്ങി തന്നെ തുറന്ന് വെച്ച് മൗനമായി ഭർത്താവ് ചോദിക്കും. ജോസഫ് അച്ഛൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയില്ല. ദൈവമായ കർത്താവിൽ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിന്റെ ശവകർമ്മ കൂടാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. അല്ലെങ്കിൽ സ്വർഗസ്നായ വിധാനത്തിൽ കാഴ്ച വെക്കണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന കാര്യമാണെങ്കിൽ, ഇനി ഭർത്താവിന് പിഴക്കമുള്ള കാര്യമാണെങ്കിൽ, എൻ്റെ ദൈവമേ ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ കാലമാണ് പുഷ്ടി അനുഭവിക്കാൻ അങ്ങനെയും അല്ല അതിൻ്റെ സ്വർഗസ്നായ വിധാനം. അപ്പൊ ദൈവം നമ്മൾ സഹിച്ചു. ആ സഹിത്വം അതിനെ നന്ദിയിലും പൂർണ്ണതയും ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം വിളിക്കുന്നു. അനുഗ്രഹീതമായ ഭവനമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ഭാഗ്യങ്ങളുടെ നന്ദികളായി നിങ്ങൾ ജീവിക്കട്ടെ. ഭാഗ്യമുള്ള തലമുറകൾ നിങ്ങളിൽ നിന്നും ജന്മം വിടുന്നുണ്ട്. നല്ലവനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.